നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരുമ്പിലാവ് തിപ്പിലശ്ശേരിയിൽ സഹോദരിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച് സഹോദരൻ ആത്മഹത്യ ചെയ്തു. മനോവിഷമത്തിൽ പിതാവ് മരിച്ചു. മരിച്ചത് മടപ്പാട്ടുപറമ്പിൽ കുഞ്ഞുമോൻ, പിതാവ് അബൂബക്കർ എന്നിവർ. 3 ദിനരാത്രങ്ങൾ നാദവർണ്ണങ്ങൾ പെയ്തിറങ്ങിയ മണിമലർക്കാവ് കുതിരവേല ഭക്തി നിർഭരമായി സമാപിച്ചു. കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരുന്നത് കുട്ടിക്കുതിരകളടക്കം 19 കുതിരകൾ. അവിശ്വാസികൾക്ക് മുമ്പിൽ മണിമലരാക്കിയ തട്ടകത്തമ്മയോട് ഉപചാരം ചൊല്ലി കുതിരകൾ അതാത് ദേശങ്ങളിലേക്ക് മടങ്ങി. അഞ്ഞൂരിൽ വാഹന പരിശോധനയ്ക്കിടെ 1/2 കിലോ കഞ്ചാവുമായി യുവാവിനെ എക്സൈസ് സംഘം പിടികൂടി. ആർത്താറ്റ് മുണ്ടന്തറ സത്യന്റെ മകൻ സതീഷിനെയാണ് കുന്നംകുളം എക്സൈസ് ഇൻസ്പെക്ടർ ജയപ്രസാദിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. 2 വർഷം കൊണ്ട് ഗ്രാമീണ മേഖലയിലെ 70.85 ലക്ഷം കുടുംബങ്ങൾക്ക് ശുദ്ധജലം എത്തിക്കുന്ന ബൃഹത്തായ പദ്ധതി പൂർത്തീകരിക്കാൻ സർക്കാരിന് കഴിയുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ചാട്ടുകുളം നവീകരണ പദ്ധതിയുടെയും ചാവക്കാട് നഗരസഭാ കുടിവെള്ള പദ്ധതിയുടെയും ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ഗുരുവായൂർ മണ്ഡലത്തിലെ ആദ്യ ഐസൊലേഷൻ വാർഡ് കടപ്പുറം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവർത്തനം തുടങ്ങി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഓൺലൈനായി തന്നെ അധ്യക്ഷത വഹിച്ചു. NK അക്ബർ MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്ത് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. MLA കിഫ്ബി ഫണ്ടുകൾ പ്രയോജനപ്പെടുത്തി 1.79 കോടി രൂപ വിനിയോഗിച്ചാണ് ഐസൊലേഷൻ വാർഡ് നിർമ്മിച്ചിരിക്കുന്നത്. അടിയന്തര ഘട്ടങ്ങളിൽ സാംക്രമിക രോഗങ്ങൾ പിടിപെടുന്നവരെ മാറ്റിപ്പാർപ്പിക്കുവാനും വിദഗ്ധ ചികിത്സ നൽകുവാനും പകർച്ചവ്യാധി വ്യാപനം കുറക്കുവാനും ഐസൊലേഷൻ വാർഡിലൂടെ സാധിക്കും. 2400 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഐസൊലേഷൻ വാർഡിൽ 10 കിടക്കകൾ ഉണ്ട്. എൻട്രൻസ് ലോബി, റാമ്പ്, ഡോക്ടേഴ്സ് റൂം, സപ്ലൈ സ്റ്റോർ, സ്റ്റാഫ് റൂം, ബഫർ സോൺ, എമർജൻസി പ്രൊസീജിയർ റൂം, ചേഞ്ചിംഗ് റൂം, നഴ്സസ് സ്റ്റേഷൻ, പേഷ്യന്റ് കെയർ സോൺ, സ്റ്റോർ റൂം, ശുചിമുറികൾ, മെഡിക്കൽ ഗ്യാസ് സ്റ്റോറേജ് ആൻഡ് കൺട്രോൾ റൂം എന്നീ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനാണ് പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നത്. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗ്രീഷ്മ സനോജ്, CPM AC സെക്രട്ടറി KV അഷ്റഫ്, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി KD ധനേഷ്, ബ്ലോക്ക് മെമ്പർ സുബ്രഹ്മണ്യൻ എന്നിവർ ആശംസകൾ പറഞ്ഞു. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹാനിഷ് IAS സ്വാഗതവും കടപ്പുറം സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ സുമതി ജയരാജ് നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ്, ചാവക്കാട്. സ്വത്ത് തർക്കത്തെ തുടർന്ന് പെരുമ്പിലാവ് തിപ്പിലശ്ശേരി കോടതിപ്പടിയിൽ സഹോദരിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തു. മനോവിഷമത്തിൽ ഇരുവരുടെയും പിതാവ് ഹൃദയാഘാതം മൂലം മരിച്ചു. തിപ്പിലശ്ശേരി കോടതിപ്പടി സ്വദേശി മടപ്പാട്ടുപറമ്പിൽ വീട്ടിൽ 52 വയസ്സുള്ള കുഞ്ഞുമോനാണ് വീടിന് സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിലെ മരത്തിൽ തൂങ്ങി മരിച്ചത്. കുഞ്ഞുമോന്റെ മരണവിവരമറിഞ്ഞാണ് അസുഖബാധിതനായിരുന്ന പിതാവ് 85 വയസ്സുള്ള അബൂബക്കർ മരിച്ചത്. കുഞ്ഞുമോനും സഹോദരി ഹസീനയും തമ്മിൽ സ്വത്ത് തർക്കം നിലനിന്നിരുന്നു. സ്വത്ത് തർക്കത്തെ തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കുതർക്കവും ഉണ്ടായിരുന്നു. ഹസീനയോടൊപ്പം താമസിക്കുന്ന അസുഖബാധിതനായ പിതാവ് അബൂബക്കറിനെ കാണാൻ വെള്ളിയാഴ്ച പുലർച്ചെ 6 മണിക്ക് കുഞ്ഞുമോൻ എത്തിയപ്പോഴായിരുന്നു തർക്കം. തർക്കത്തിനിടെ കുഞ്ഞുമോൻ കത്തിയെടുത്ത് ഹസീനയെ കുത്തുകയായിരുന്നെന്ന് പറയുന്നു. ചെവിക്ക് പുറകിൽ പരിക്കേറ്റ ഹസീനയെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ തേടി. ഹസീനയെ കുത്തിയ ശേഷം തറവാട് വീടിന് പുറകുവശത്തുള്ള മരത്തിൽ കയറി മനോവിഷമത്താൽ കുഞ്ഞുമോൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് കുന്നംകുളം സബ് ഇൻസ്പെക്ടർ പോളിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. അബൂബക്കറിന്റെയും കുഞ്ഞുമോന്റെയും സംസ്കാരം തിപ്പിലശ്ശേരി പള്ളിക്കുളം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. ഐഷയാണ് അബൂബക്കറിന്റെ ഭാര്യ. മരക്കാർ നൌഷാദ്, ഹസീന, ബഷീർ ഫാത്തിമ, ആസിയ, മൈമുന എന്നിവർ മക്കളാണ്. സെറീനയാണ് കുഞ്ഞുമോന്റെ ഭാര്യ. ഹന, ഹസ്ന, എമിൻ എന്നിവർ മക്കളാണ്. CCTV ന്യൂസ്, പെരുമ്പിലാവ്. കുന്നംകുളം നഗരസഭയിലെ ചാട്ടുകുളം നവീകരണ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. 2 വർഷം കൊണ്ട് ഗ്രാമീണ മേഖലയിലെ 70.85 ലക്ഷം കുടുംബങ്ങൾക്ക് ശുദ്ധജലം എത്തിക്കുന്ന ബൃഹത്തായ പദ്ധതി പൂർത്തീകരിക്കാൻ സർക്കാരിന് കഴിയുമെന്ന് മന്ത്രി പറഞ്ഞു. അദ്ദേഹം അക്കാര്യത്തിലെടുത്ത ജാഗ്രതയും പ്രവർത്തനവും സംസ്ഥാനത്തൊട്ടാകെ നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ വീക്ഷണവും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. കാര്യക്ഷമമായ ഒരു അഡ്മിനിസ്ട്രേഷൻ തൻ്റെ വകുപ്പിൽ കൊണ്ടുവന്നെത്തിക്കാൻ അദ്ദേഹത്തിന് അക്കാലത്ത് തന്നെ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇക്കാല കാര്യങ്ങൾ വന്ന സന്ദർഭങ്ങളിൽ പഴയകാല അനുഭവങ്ങളുടെയും കൂടി പശ്ചാത്തലത്തിൽ വലിയ സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും ഞങ്ങൾ ഇടപെടുന്നത്. തൻ്റെ നിയോജക മണ്ഡലത്തിൽ സമ്പൂർണ്ണമായും കുടിവെള്ളം എത്തുന്നതിന് ആവശ്യം വേണ്ട തുക ഓരോ പഞ്ചായത്ത് തിരിച്ചെടുത്ത് നോക്കിയപ്പോൾ 352 കോടി രൂപ വരും. അത് പ്രാഥമികമായ ആദ്യ ലിസ്റ്റിൽ തന്നെ പെടുത്തി
ഈ നിയോജകമണ്ഡലം കുന്നംകുളം നിയോജകമണ്ഡലത്തിന് മുഴുവൻ തുകയും ഭരണാനുമതി കൊടുത്ത വിരലിലെണ്ണാവുന്ന സർവതല സ്പർശിയായ വികസനങ്ങളാണ് സർക്കാർ നടത്തുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. AC മൊയ്തീൻ MLA അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ എന്നിവർ മുഖ്യാതിഥികളായി. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, T സോമശേഖരൻ, പ്രിയ സജീഷ്, സജിനി പ്രേമൻ, PK ഷെബീർ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, മൈനർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CB സുരേഷ് ബാബു, ജനപ്രതിനിധികൾ, വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. 2.69 കോടി രൂപ വിനിയോഗിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. AC മൊയ്തീൻ MLA ഇടപെട്ട് സംസ്ഥാന ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയ മണ്ഡലത്തിലെ 3 പ്രധാനപ്പെട്ട ജലസംരക്ഷണ പ്രവൃത്തികളിലെ ഒന്നാണ് ചാട്ടുകുളം നവീകരണം. ഗുരുവായൂർ കുന്നംകുളം റോഡിന് വശത്തായി 4 ഏക്കറോളം വിസ്തൃതിയിലാണ് ചാട്ടുകുളം സ്ഥിതി ചെയ്യുന്നത്. നവീകരണത്തിന്റെ ഭാഗമായി കുളത്തിന്റെ ആഴം കൂട്ടി ചുറ്റും സംരക്ഷണ ഭിത്തികളും കുളത്തിലേക്ക് ഇറങ്ങുന്നതിനായി പടവുകളും നിർമ്മിക്കും. കുളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കോൺക്രീറ്റ് ചെയ്ത് ടൈൽ വിരിച്ച് നടപ്പാതയും കുളത്തിനു ചുറ്റും കൈവരിയും നിർമ്മിച്ച് മനോഹരമാക്കും. വൈകുന്നേരങ്ങളിൽ നാട്ടുകാർക്ക് ഒത്തുകൂടാനുള്ള പൊതു ഇടമായി പ്രദേശത്തെ മാറ്റും. ചാട്ടുകുളത്തിന്റെ നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതോടെ പ്രദേശത്തെ ജലലഭ്യത ഉറപ്പുവരുത്തുവാനും കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും കഴിയും. ജലസ്രോതസ്സിനെ സംരക്ഷിക്കുന്നതോടൊപ്പം പ്രദേശത്തെ ടൂറിസം വികസനത്തിന് പാത സൃഷ്ടിക്കുക കൂടിയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. CCTV ന്യൂസ് കുന്നംകുളം. പോർക്കുളം പഞ്ചായത്തിലെ 2023-24 ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ശുചിത്വ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഉറവിട മാലിന്യ സംസ്കരണത്തിനായി ബയോഡൈജസ്റ്റർ പോട്ടുകളുടെ വിതരണം നടന്നു. പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജനപ്രതിനിധികളായ ജിഷ ശശി, കുഞ്ഞൻ PC, നിമിഷ വിഗീഷ്, VEO ഐശ്വര്യലക്ഷ്മി എന്നിവർ സംസാരിച്ചു. തികച്ചും പ്രകൃതി സൗഹൃദമായതും പ്ലാസ്റ്റിക് വിമുക്തമായതും മൺപാത്ര നിർമ്മാണ മേഖലയെ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ളതുമായ ബയോഡൈജസ്റ്റർ പോട്ടുകളാണ് വിതരണം ചെയ്യുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. കേരളത്തിലെ നഗരസഭകളിൽ 2022-23 കാലഘട്ടത്തിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന്റെ സ്വരാജ് ട്രോഫി ലഭിച്ചതോടെ ഗുരുവായൂർ നഗരസഭയ്ക്ക് ഇരട്ടി മധുരം. ഇന്ത്യയിലെ മികച്ച 20 നഗരസഭകളിൽ ഉൾപ്പെട്ട അഭിമാന മുഹൂർത്തത്തിനിടയിലാണ് ഇരട്ടി മധുരമായി സർക്കാരിന്റെ സ്വരാജ് പുരസ്കാരവും നേടിയത്. സർക്കാരിന്റെ പ്രഖ്യാപിത പദ്ധതികളായ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനവും മാതൃകാപരമായ മാലിന്യ സംസ്കരണവും കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സമയബന്ധിതമായി നടപ്പാക്കിയതുമാണ് ഗുരുവായൂർ നഗരസഭയെ 1ാം സ്ഥാനത്തെത്തിച്ചത്. കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായാണ് നഗരസഭയ്ക്ക് നേട്ടം കൈവരിക്കാനായതെന്ന് ചെയർമാൻ M കൃഷ്ണദാസ് പറഞ്ഞു. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മികവ് പ്രകടിപ്പിക്കുന്ന വിവിധ വിഭാഗങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നൽകി വരുന്ന അവാർഡാണ് സ്വരാജ് ട്രോഫി. ആ ട്രോഫി ഈ വർഷം നഗരസഭാ മേഖലയിൽ ഗുരുവായൂർ നഗരസഭയ്ക്കാണ് ലഭിച്ചിട്ടുള്ളത്. 50 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും മെമൻഡോവും അടങ്ങുന്നതാണ് ഈ അവാർഡ്. കൃഷ്ണദാസിന്റെ നേതൃത്വത്തിൽ ഭരണ നൈപുണ്യതയേറെയുള്ള നേതൃപാടവത്തിന് കീഴിൽ വികസന പ്രവർത്തനങ്ങളിൽ കക്ഷിരാഷ്ട്രീയ ഭേദമില്ലാതെ ഒരേ മനസ്സോടെ പ്രവർത്തിച്ച വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ AM ഷെഫീർ, AS മനോജ്, A സായിനാഥൻ, ശൈലജ സുധൻ തുടങ്ങി 43 ജനപ്രതിനിധികൾക്കും നഗരസഭാ ഉദ്യോഗസ്ഥർക്കും മറ്റ് ജീവനക്കാർക്കും ഒരുപോലെ അഭിമാനിക്കാവുന്ന ഉജ്ജ്വല നേട്ടമായി മാറി. 50 ലക്ഷം രൂപയും ട്രോഫിയും അടങ്ങുന്ന പുരസ്കാരം 19-ന് കൊട്ടാരക്കരയിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിക്കും. നിർലോഭമായ പിന്തുണ നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്ക് കരുത്തേകി തീർച്ചയായിട്ടും ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു തീർത്ഥാടന നഗരമായ ഗുരുവായൂരിനെ കൂടുതൽ യശസ് ലഭ്യമാക്കാൻ കഴിയാവുന്ന പ്രവർത്തനങ്ങൾ എല്ലാവരുടെയും പിന്തുണയോടുകൂടി ഇനിയും നടത്തും എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവരുടെയും നിർലോഭമായ സഹകരണം തുടർന്നുമുണ്ടാകണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. CCTV ന്യൂസ് ഗുരുവായൂർ. സംസ്ഥാന പാതയിൽ കൊരട്ടിക്കരയിൽ അടുത്തിടെ ടാറിംഗ് പൂർത്തിയാക്കിയ റോഡിന്റെ ഒരു ഭാഗം അല്പം ഉയർന്ന നിലയിൽ. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിയിൽ ഭാഗികമായി നവീകരണം പൂർത്തിയാക്കിയ റോഡാണ് കേടുവന്നത്. സിറ്റി ഗ്യാസ് പദ്ധതിയുടെ പൈപ്പിടുന്നതിന്റെ ഭാഗമായി റോഡിനടിയിലൂടെ ഡ്രില്ലിംഗ് നടത്തുന്നുണ്ട്. ഇതിൽ വന്ന പാകപ്പിഴയാണ് റോഡ് കേടുവരുവാൻ കാരണമെന്നാണ് സൂചന. റോഡിൽ അപകട സൂചനാ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. കേടുവന്ന ഭാഗം പൊളിച്ചു നീക്കി വീണ്ടും നിർമ്മിക്കേണ്ടി വരും. റോഡ് നേരെയാക്കുന്ന ചുമതല സിറ്റി ഗ്യാസ് പദ്ധതിയുടെ നടത്തിപ്പുകാർ ഏറ്റെടുത്തിട്ടുണ്ടെന്ന് റോഡ് നവീകരണത്തിന്റെ ചുമതലയുള്ള KSTP അധികൃതർ പറഞ്ഞു.
വടക്കേക്കാട് കല്ലൂരിൽ ടർഫിൽ നിന്ന് ജനറേറ്റർ മോഷ്ടിച്ച സംഭവത്തിൽ അയൽ സംസ്ഥാനക്കാരായ 4 പേർ പിടിയിൽ. ഇവരിൽ നിന്ന് മോഷണത്തിന് ഉപയോഗിക്കുന്ന ആയുധങ്ങളും കണ്ടെടുത്തു. കൊൽക്കത്ത മുർഷിദാബാദ് സ്വദേശി മുഹമ്മദ് ഷുക്കൂർ അലി, ഉത്തർപ്രദേശ് ഗാസിയാബാദ് സ്വദേശി സൂരജ് സൈനി, കൊൽക്കത്ത ഹസ്നാബാദ് സ്വദേശി മഹിദുൽ ഖാൻ, ഡൽഹി നിസാമുദ്ദീൻ സ്വദേശി ഫാറൂഖ് എന്നിവരെയാണ് വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ബുധനാഴ്ച രാത്രി കല്ലൂർ ചാത്തോത്തയിൽ റീജൻസിക്ക് സമീപം പട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് പ്രതികൾ പോലീസ് വലയിലായത്. കഴിഞ്ഞ 6-ന് പുലർച്ചെയാണ് കല്ലൂർ ടാക്കിൽ ടർഫ് കോർട്ടിലെ ജനറേറ്റർ പ്രതികൾ മോഷ്ടിച്ചത്. പെട്ടി ഓട്ടോറിക്ഷയിലെത്തിയ 3 പേർ ജനറേറ്റർ എടുക്കുന്നത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. ഇതിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ രാത്രി പട്രോളിംഗിനിടയിലാണ് CCTV ദൃശ്യത്തിൽ കണ്ട പെട്ടിയോട്ടോ അഞ്ഞൂരിൽ വെച്ച് പോലീസുകാരനായ മിഥുൻ ആചാര്യയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ SHO R ബിനുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വാഹനത്തെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് മോഷണ പരമ്പരകളുടെ ചുരുളഴിഞ്ഞത്. രാത്രിയിൽ പെട്ടിയോട്ടോയിൽ കറങ്ങി മോഷണം നടത്തുന്നതാണ് ഇവരുടെ രീതി. ഇവരുടെ വാഹനത്തിൽ നിന്ന് മോഷണത്തിനായി ഉപയോഗിക്കുന്ന വിവിധ കട്ടിംഗ് ഉപകരണങ്ങളും കുത്തുളി, ഹാക്സോ ബ്ലേഡ്, ബാറ്ററികളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കുന്നംകുളം പുതുശ്ശേരിയിലെ ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് 4 ബാറ്ററികൾ ഇവർ മോഷ്ടിച്ചതായി തെളിഞ്ഞിട്ടുണ്ട്. കടപ്പുറം പഞ്ചായത്ത് മേഖലയിലാണ് താമസിക്കുന്നത്. മോഷണം പോയ ജനറേറ്റർ വിൽപ്പന നടത്തിയതായാണ് സൂചന. മോഷണം മുതൽ സ്ഥിരമായി വാങ്ങുന്ന ആളെയും അവ മൊത്തവിൽപ്പനയ്ക്കായി പട്ടാമ്പിയിലേക്ക് കൊണ്ടുപോകുന്ന ആളെയും പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. SIമാരായ KA യൂസഫ്, സാബു, ഗോപിനാഥൻ, സുധീർ, പോലീസുകാരായ രതീഷ് കുമാർ, നിബു നെപ്പോളിയൻ, രതീഷ്, അരുൺ, ബിനീഷ് എന്നിവരും പ്രതികളെ പിടിച്ച സംഘത്തിൽ ഉണ്ടായിരുന്നു. CCTV ന്യൂസ്, പുന്നേർകുളം. എരുമപ്പെട്ടി നെല്ലുവായ് ധന്വന്തരി ക്ഷേത്രത്തിൽ സ്തോത്ര പഞ്ചാശിക ദിനം ആചരിച്ചു. ഇതിന്റെ ഭാഗമായി രാവിലെ സ്തോത്ര പഞ്ചാശിക പാരായണം, ഭക്തി പ്രഭാഷണവുമുണ്ടായി. വൈകിട്ട് ദീപാരാധന, നെല്ലുവായ് മുരളിയുടെ നേതൃത്വത്തിൽ കേളി, കലാമണ്ഡലം, അശ്വതി നാരായണൻ ഓട്ടൻതുള്ളൽ എന്നിവ അവതരിപ്പിച്ചു. ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ കടവലൂർ അരവിന്ദാക്ഷൻ പുരസ്കാരം ലഭിച്ച നെല്ലുവായ് മുരളിയെ അനുമോദിച്ചു. ഉപദേശക സമിതി പ്രസിഡന്റ് കലാമണ്ഡലം നാരായണൻ നായർ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി NK ഗോപാലൻ, ട്രഷറർ KS ഗോപിനാഥൻ, TK ശിവൻ, സേതുമാധവൻ, KV രമേശ് എന്നിവർ സംസാരിച്ചു. കുന്നംകുളം അഞ്ഞൂരിൽ വാഹന പരിശോധനയ്ക്കിടെ 1/2 കിലോ കഞ്ചാവുമായി യുവാവിനെ എക്സൈസ് സംഘം പിടികൂടി. ആർത്താറ്റ മുണ്ടന്തറ സത്യന്റെ മകൻ 29 വയസ്സുള്ള സതീഷിനെയാണ് കുന്നംകുളം എക്സൈസ് ഇൻസ്പെക്ടർ ജയപ്രസാദിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. തൃശൂർ എക്സൈസ് ഇന്റലിജൻസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് 1/2 കിലോ കഞ്ചാവ് പിടികൂടിയത്. സംഭവത്തിൽ ഉൾപ്പെട്ട മറ്റൊരു പ്രതി ഷൈജു ഓടിപ്പോയി. കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച സതീഷിന്റെ ആഡംബര കാറും സംഭവസ്ഥലത്തു നിന്നും ഓടിപ്പോയ പ്രതി ഷൈജു ഉപേക്ഷിച്ച ബുള്ളറ്റും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. അസിസ്റ്റന്റ് എക്സൈസ് ഗ്രേഡ് ഇൻസ്പെക്ടർ ശിവശങ്കരൻ, പ്രിവന്റീവ് ഓഫീസർ AC ജോസഫ്, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർ സിദ്ധാർത്ഥൻ, സിവിൽ എക്സൈസ് ഓഫീസർ ലത്തീഫ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ അരുണ, നിവ്യ എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, കേച്ചേരി. ഗുരുവായൂർ തൈക്കാട് കഴുമല്ലൂർ പാലക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം വർണ്ണാഭമായി. പുലർച്ചെ നിർമാല്യം, വാകച്ചാർത്ത്, ഗണപതി ഹോമം, ഉഷപൂജ എന്നിവ നടന്നു. രാവിലെ 7 മണിയോടെ പറനിറയ്ക്കലും ഉച്ചതിരിഞ്ഞ് ക്ഷേത്രം പൂരം എഴുന്നള്ളിപ്പും ഉണ്ടായിരുന്നു. വൈകിട്ട് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പൂരങ്ങൾ ക്ഷേത്രാങ്കണത്തിലെത്തി കൂട്ടിയെഴുന്നള്ളിച്ചു. തുടർന്ന് ഫാൻസി വെടിക്കെട്ടും നടന്നു. താഴത്തേക്കാവിലെ പൂരാഘോഷം ശനിയാഴ്ച നടക്കും. അണ്ടത്തോട് ദർഗാ ഷരീഫ് ചന്ദനക്കുളം ആണ്ട് നേർച്ചയ്ക്ക് തുടക്കമായി. വർഷം തോറും നടത്തിവരാറുള്ള അണ്ടത്തോട് ദർഗാ ഷരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹയാത്തുൽ ഔലിയയുടെ ആണ്ട് നേർച്ചയ്ക്കാണ് വെള്ളിയാഴ്ച തുടക്കം കുറിച്ചത്. വൈകിട്ട് 5-ന് അണ്ടത്തോട് ബീച്ചിൽ നിന്നും ഗ്ലാഡിയേറ്റേഴ്സ് ക്ലബിന്റെ ആദ്യ കാഴ്ചയോടെ തുടക്കം കുറിച്ചു. ശനിയാഴ്ച രാവിലെ അണ്ടത്തോട് ബീച്ച് ചാലിൽ സുലൈമാന്റെ വീട്ടിൽ നിന്നും കൊടിയേറ്റ കാഴ്ച ചന്ദനക്കുടവുമായി 10 മണിക്ക് പള്ളിയിലെത്തി നേർച്ചയ്ക്ക് കൊടിയേറ്റം നടത്തും. വൈകിട്ട് 5 മണി മുതൽ 13ഓളം ക്ലബ്ബുകളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ കാഴ്ച ആരംഭിക്കും. അകലാട് മൊഹിയുദ്ദീൻ പള്ളി മുതൽ പാലപ്പെട്ടി വരെയും തൃപ്പറ്റ്, നാക്കോല, കിഴക്കൻ മേഖലയിൽ നിന്നുമായി 13 കാഴ്ചകൾ ഉണ്ടാകും. അകലാട് നിന്നും ആരംഭിക്കുന്ന കാഴ്ച ഞായർ പുലർച്ചെ അണ്ടത്തോടെത്തുന്നതോടെ ഈ വർഷത്തെ നേർച്ച സമാപിക്കും. ഇതിന്റെ ഭാഗമായി 2 ദിവസങ്ങളിലും വൈകുന്നേരം 7 മണി മുതൽ 10 മണി വരെ ഭാഗികമായി വാഹന നിയന്ത്രണം ഉണ്ടായിരിക്കും. നേർച്ച കമ്മിറ്റി ചെയർമാൻ ചാലിൽ ഇസഹാഖ്, വൈസ് ചെയർമാൻ V ഷാജഹാൻ, കൺവീനർ സുഹൈൽ അബ്ദുള്ള, ജോയിന്റ് കൺവീനർ മുഹമ്മദ് അമീൻ,
ട്രഷറർ കെ അലി എന്നിവർ നേതൃത്വം നൽകും. വടക്കേകാട് SHO ബിനു, SI ശിവശങ്കർ എന്നിവരുടെ നേതൃത്വത്തിൽ ശക്തമായ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. ആദ്യ കാഴ്ചയ്ക്ക് മിഷാൽ, ഇർഫാൻ, ഷിമാസ് നസാൻ, ഷിനാസ്, റാഫി, അനസ്, സുനീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് പുന്നയൂർകുളം. സംസ്ഥാന പാതയായ കടവല്ലൂർ കൊരട്ടിക്കരയിൽ ആളൊഴിഞ്ഞ പറമ്പിൽ അഗ്നിബാധ. കൊരട്ടിക്കര മുസ്ലിം പള്ളിക്ക് സമീപമുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടെ തീപിടുത്തമുണ്ടായത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളത്ത് നിന്നെത്തിയ അഗ്നിശമന സേന തീയണച്ചു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ SFO നിക്സൺ പോൾ, ഓഫീസർമാരായ രഞ്ജിത്ത്, വിപിൻ, ഗോഡ്സൺ, നിഖിൽ തുടങ്ങിയവർ നാട്ടുകാരുടെ സഹായത്തോടെയാണ് തീയണച്ചത്. തൃശൂർ ജില്ലാ പഞ്ചായത്തും പുന്നേർകുളം പഞ്ചായത്തും സംയുക്തമായി അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സ്ഥാപിച്ച ജനറേറ്റർ പ്രവർത്തന ഉദ്ഘാടനം നടത്തി. വെള്ളിയാഴ്ച കാലത്ത് 10 മണിക്ക് തൃശൂർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ച് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ റോബിൻസൺ ആമുഖ പ്രഭാഷണം നടത്തി. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ടീച്ചർ, വാർഡ് മെമ്പർ PS അലി, മെഡിക്കൽ ഓഫീസർ അശ്വതി, പഞ്ചായത്ത് സെക്രട്ടറി PP വിനോദ് കുമാർ തുടങ്ങി വാർഡ് മെമ്പർമാരും കുടുംബാരോഗ്യ കേന്ദ്രം ജീവനക്കാരും ആശാവർക്കർമാരും പങ്കെടുത്തു. വാർഡ് മെമ്പർ PS അലിയുടെ നിരന്തരമായ ഇടപെടലിനെ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് 2022-23 ഫണ്ട് അനുവദിക്കുകയായിരുന്നു. പിന്നീട് കൂടുതൽ ശേഷിയുള്ള ജനറേറ്റർ സ്ഥാപിക്കണം എന്ന ചർച്ചയെ തുടർന്ന് സംയുക്ത പദ്ധതിയായി 10 ലക്ഷം ജില്ലാ പഞ്ചായത്തും 3.14 ലക്ഷം രൂപ പുന്നയൂർകുളം പഞ്ചായത്തും വകയിരുത്തിയാണ് 62.5 kV ശേഷിയുള്ള വലിയ ജനറേറ്റർ സ്ഥാപിച്ചത്. അതേസമയം അണ്ടത്തോട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ 17.5 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച പുരപ്പുറത്തെ സൗരോർജ്ജ പദ്ധതി ഇപ്പോൾ നോക്കുകുത്തിയാണ്. സോളാർ സ്ഥാപിച്ച് അതിന്റെ പ്രവർത്തനം മുഴുവൻ കഴിഞ്ഞെങ്കിലും ഒരു യൂണിറ്റ് പോലും വൈദ്യുതി ഇതുവരെ ഉൽപ്പാദനം നടന്നിട്ടില്ല. കഴിഞ്ഞ ഭരണസമിതിയുടെ സ്വപ്ന പദ്ധതിയാണ് പുരപ്പുറത്തെ സൗരോർജ്ജ പദ്ധതി. കഴിഞ്ഞ ഭരണസമിതി കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് കമ്മീഷൻ ചെയ്യാൻ ഉദ്ദേശിച്ചായിരുന്നു അതിവേഗത്തിൽ പ്രവൃത്തികൾ ചെയ്തത്. എന്നാൽ KSEBയുമായുള്ള കരാർ പ്രവൃത്തികൾ നടക്കാത്തതിന്റെ പേരിൽ ഉദ്ഘാടനം നീണ്ടുപോകുകയാണുണ്ടായത്. തുടർ ഭരണവുമായി വന്ന ഭരണസമിതി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇത് കമ്മീഷൻ ചെയ്തിട്ടില്ല. 24 കിലോവാൾട്ട് വൈദ്യുതി ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലാണ് നിർമ്മാണം നടത്തിയത്. ഇതിപ്പോൾ പുരപ്പുറത്തെ നോക്കുകുത്തിയായി മാറിയിരിക്കുകയാണ്. ജനറേറ്റർ പ്രാവർത്തികമായതോടുകൂടി വൈദ്യുതി തടസ്സം മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് ശാശ്വത പരിഹാരം കണ്ട സന്തോഷത്തിലാണ് കുടുംബാരോഗ്യ കേന്ദ്രം ജീവനക്കാരും നാട്ടുകാരും ജനപ്രതിനിധികളും. CCTV ന്യൂസ് പുന്നയൂർകുളം. എരുമപ്പെട്ടി മങ്ങാട് പള്ളിക്ക് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. മങ്ങാട് കിഴക്കൂട്ടിൽ വീട്ടിൽ ശരത്ത്, ഒന്നാംകല്ല് പൂവത്തിങ്കൽ വീട്ടിൽ സക്കീർ ഹുസൈൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ ഓട്ടുപാറ ജില്ലാശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എല്ലാ കുടുംബങ്ങളിലേക്കും ശുദ്ധജലം എത്തിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും അത്തരം പദ്ധതികളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്നും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ചാവക്കാട് നഗരസഭയിൽ 5000 കുടുംബങ്ങൾക്ക് സൗജന്യ കുടിവെള്ള കണക്ഷൻ നൽകുന്ന പദ്ധതിയുടെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ശുദ്ധജലക്ഷാമമെന്ന ആഗോള പ്രതിസന്ധിയെ നേരിടാൻ സംസ്ഥാനത്തിന് ജലജീവൻ പോലുള്ള വിവിധ പദ്ധതികൾ മുഖേന കഴിഞ്ഞുവെന്നും സാമ്പത്തിക പ്രതിസന്ധിയിലും സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ വികസന പ്രവർത്തനങ്ങളാണ് സർക്കാർ നടപ്പാക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചാവക്കാട് പുത്തൻ കടപ്പുറം നോർത്തിൽ നടന്ന ചടങ്ങിൽ NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. കേരള വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ PS സുമ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, വൈസ് ചെയർമാൻ KK മുബാറക്, സ്ഥിരം സമിതി അധ്യക്ഷരായ ഷാഹിന സലീം, PS അബ്ദുൾ റഷീദ്, ബുഷറ ലത്തീഫ്, AV മുഹമ്മദ് അൻവർ, പ്രസന്ന രണദിവെ, വാർഡ് കൌൺസിലർ ഉമ്മുർ അഹമ്മദ്, കൌൺസിലർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. നഗരസഭാ പ്രദേശത്ത് എല്ലാ വീടുകളിലും പൈപ്പ് വഴി കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അമൃത് 2.0 ഉൾപ്പെടുത്തി സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നത്. UIDSSMT പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭയ്ക്ക് ആവശ്യമായ കുടിവെള്ളം കരുവന്നൂരിൽ നിന്നും ലഭ്യമാക്കിയിട്ടുണ്ട്. പദ്ധതിയുടെ തുടർച്ചയായി നഗരസഭയിലെ 5000-ഓളം കുടുംബങ്ങൾക്ക് വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതിക്ക് 12.07 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ചാവക്കാട് നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ കേരള വാട്ടർ അതോറിറ്റിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 5000-ഓളം കുടുംബങ്ങൾക്ക് കുടിവെള്ള കണക്ഷൻ ലഭ്യമാക്കുന്നതോടൊപ്പം അതിനായി പൊളിക്കുന്ന റോഡുകളുടെ പുനഃസ്ഥാപന പ്രവൃത്തികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിക്കായി നഗരസഭ 1.54 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട്. പദ്ധതിയിലൂടെ തീരദേശ പ്രദേശമായ ചാവക്കാട് നഗരസഭയിലെ എല്ലാ കുടുംബങ്ങളിലും ശുദ്ധമായ കുടിവെള്ളം എത്തിക്കുന്നതിന് സാധിക്കും. CCTV ന്യൂസ് ചാവക്കാട്. പഞ്ചായത്ത് ഭരണാധികാരികളുടെ നിസ്സംഗത. 40ഓളം കുടുംബങ്ങൾ യാത്രാ ദുരിതത്തിൽ. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 10ാം വാർഡിൽ ഉൾപ്പെടുന്ന മറ്റം മാർക്കറ്റ് റോഡിലെ
സ്കൂൾ കുന്ന് നിവാസികളാണ് ദുരിതത്തിലായിരിക്കുന്നത്. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള നൂറുകണക്കിന് വിദ്യാർത്ഥികൾ കടന്നുപോകുന്ന റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് മെറ്റൽ പൊന്തിക്കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിട്ടുവെങ്കിലും പഞ്ചായത്ത് അധികാരികളുടെയോ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധിയുടെയോ ഭാഗത്തുനിന്ന് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാവാത്തതിന്റെ പ്രതിഷേധത്തിലാണ് പ്രദേശവാസികൾ. കേവലം 200 മീറ്റർ മാത്രം ദൂരമുള്ള റോഡിന്റെ ടാറിംഗ് നടത്തുന്നതിന് പോലും കഴിയാത്തവരാണ് പഞ്ചായത്ത് ഭരണം കൈയാളുന്നതെന്നും നാട്ടുകാർ പറഞ്ഞു. റോഡുണ്ടല്ലോ, കണ്ടില്ലേ റോഡ്? ഈ റോഡിന്റെ അവസ്ഥ 200 മീറ്ററാണ് ആകെ ടാർ ചെയ്യാനുള്ളത്. ഈ 200 മീറ്ററിൽ സ്കൂൾ പിള്ളേർ പോണ റോഡാത്. ഈ എപ്പോൾ നോക്കിയാലും പിള്ളേർ വീണാണ് സ്ഥലമാണ് ഇവിടെ. ഈ കയറ്റം ശരിയാക്കാൻ പറഞ്ഞിട്ട് ഇതുവരെ ശരിയായിട്ടില്ല. ഈ കഴിഞ്ഞ കൊല്ലം മറ്റേ പൈപ്പ് വന്നു. ഈ പൈപ്പ് വന്ന് മാന്തിയിട്ടാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായത്. ഈ പൈപ്പിലും വെള്ളമില്ല. പിന്നെ എന്തിനാ ഈ സാധനങ്ങളൊക്കെ നടക്കുന്നത്? ഇവരെ എന്തിനാ ഈ റോഡൊക്കെ ഇങ്ങനെ ഇട്ട് നടക്കുന്നത്? ഈ സ്കൂളിലേക്ക് എത്ര ആൾക്കാർ കയറി പോകണം വഴി ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് വരുന്നില്ല. ഈ വയ്യാത്ത ആൾക്കാരൊക്കെ എവിടെയുള്ളത്? ഇവരെനൊക്കെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടേ? വന്നു കഴിഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് വരില്ല. അപ്പോൾ അതിനെന്താ നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് പഞ്ചായത്തൊന്ന് പറയാം. പ്രായമായവർ ഉൾപ്പെടെയുള്ളവരെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് പോലും വാഹനങ്ങൾ വിളിച്ചാൽ ഇതുവഴി വരാറില്ലെന്നും സ്കൂൾ വിദ്യാർത്ഥികൾ സ്ഥിരമായി ഇവിടെ തെന്നി വീഴാറുണ്ടെന്നും പ്രദേശവാസികൾ വ്യക്തമാക്കി. സ്കൂൾ കുന്നത്തേക്കുള്ള ഈ റോഡിന്റെ ടാറിംഗ് പ്രവൃത്തികൾ നടന്നിട്ട് 14 വർഷത്തിൽ ഏറെയായി. ഓരോ വോട്ടെടുപ്പ് വന്നെത്തുമ്പോഴും വോട്ടഭ്യർത്ഥിച്ച് എത്തുന്ന സ്ഥാനാർത്ഥികളും പാർട്ടി പ്രതിനിധികളും ഈ റോഡിന്റെ ടാറിംഗ് സംബന്ധിച്ച് പ്രദേശവാസികൾക്ക് ഉറപ്പു നൽകുന്നത് പതിവാണെങ്കിലും കാര്യം കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. CCTV ന്യൂസ്, കേച്ചേരി. ഗുരുവായൂർ നഗരസഭ പാലിയേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗുണഭോക്താക്കളുടെയും ബന്ധുക്കളുടെയും സംഗമം നടത്തി. നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AS മനോജ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ MS റോസ്ലിൻ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ടാനശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബ് മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു. നാടൻപാട്ട്, ക്ലാസിക്കൽ നൃത്തങ്ങൾ, നാടൻപാട്ട്, മാജിക് ഷോ, സുപ്രസിദ്ധ ഗസൽ കലാകാരൻ GS മനു തമ്പി നയിക്കുന്ന ഗസൽ സംഗീത പരിപാടിയും അരങ്ങേറി. ചൊവ്വന്നൂർ പഞ്ചായത്ത് 1-ാം വാർഡിലെ 3 സെന്റ് കോളനിയിൽ ആരംഭിച്ച കുടിവെള്ള പദ്ധതി പഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോബാജി ഉദ്ഘാടനം ചെയ്തു. കോളനി നിവാസികൾ ഗ്രാമസഭയിൽ നിരന്തരമായി ആവശ്യപ്പെടുന്ന ഒന്നായിരുന്നു കുടിവെള്ള പദ്ധതി. ഇതേ തുടർന്ന് തൃശൂർ ജില്ലാ പഞ്ചായത്തും ചൊവ്വന്നൂർ പഞ്ചായത്തും സംയുക്തമായി 8.25 ലക്ഷം രൂപ ചെലവഴിച്ച് പൂർത്തിയാക്കിയ പദ്ധതി 20ഓളം കുടുംബങ്ങൾക്കാണ് പ്രയോജനപ്പെടുക. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് NS സുമേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി IB ഷൈനി, കുടിവെള്ള കമ്മിറ്റി പ്രസിഡന്റ് പോൾ, സെക്രട്ടറി മേരിക്കുഞ്ഞ് എന്നിവർ സംസാരിച്ചു. 3 ദിനരാത്രങ്ങൾ നാദവർണ്ണങ്ങൾ പെയ്തിറങ്ങിയ മണിമലർക്കാവ് കുതിരവേല ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ സമാപിച്ചു. കൂട്ടിയെഴുന്നള്ളിപ്പിൽ കുട്ടിക്കുതിരകളടക്കം 19 കുതിരകൾ അണിനിരന്നു. അവിശ്വാസികൾക്ക് മുമ്പിൽ മണിമലരാക്കിയ തട്ടകത്തമ്മയോട് കുതിരകൾ ഉപചാരം ചൊല്ലി അതാത് ദേശങ്ങളിലേക്ക് മടങ്ങിയതോടെയാണ് ചരിത്രപ്രസിദ്ധമായ കുതിരവേലയ്ക്ക് കൊടിയിറങ്ങിയത്. കുംഭമാസത്തിലെ അശ്വതി, ഭരണി, കാർത്തിക നാളുകളിലാണ് കുതിരവേല ആഘോഷങ്ങൾ നടന്നത്. വേലൂർ ദേശത്തിരിക്കുതിരയുടെ തല കൊളുത്തിയതോടെയാണ് വേല ആരംഭിച്ചത്. അശ്വതി വേലയിൽ വേലൂർ ദേശക്കുതിര കാവ് കയറിയതോടെ മറ്റു കുതിരകളും ക്ഷേത്രത്തിലെത്തി. ഭരണിവേലയിൽ ദേശക്കുതിരകളായ തയ്യൂർ, തണ്ടിലം, RMS നഗർ, എരുമുപ്പെട്ടി, പാത്രമംഗലം, പഴവൂർ, വിവിധ ഉത്സവ കമ്മിറ്റികളായ വേലൂർ ഹഷ്മി, ഐമു നഗർ, പഞ്ചമി നഗർ, കാഞ്ഞിരാൽ, മൈത്രി നഗർ, കുറുമാൽ ശാന്തി നഗർ എന്നിവരുടെ കുതിരകളും കുട്ടിക്കുതിരകളുമാണ് ക്ഷേത്രത്തിലെത്തിയത്. പഞ്ചവാദ്യം, ചെണ്ടമേളം, ശിങ്കാരിമേളം, നാദരൂപങ്ങൾ, പൊയ്ക്കാവടി, നാടൻ കലാരൂപങ്ങൾ എന്നിവ കുതിരവരവിന് അകമ്പടിയായി. 15 ദിവസം മുമ്പ് ആരംഭിച്ച പറയെടുപ്പ് ഭരണിവേലയിൽ നടക്കൽ പറയ്ക്ക് ശേഷം കുറൂർ മനപ്പറമ്പിലെ പറയെടുത്തുകൊണ്ട് സമാപിച്ചു. ഭരണിവേലയുടെ പ്രധാന ആകർഷണമായ പ്രസിദ്ധമായ അരിത്താലത്തിന് സന്ധ്യയ്ക്ക് തിരികൊളുത്തി. രാത്രി 10-ന് ആരംഭിച്ച അരിപ്പറമേളം പുലർച്ചെ 1 മണിക്ക് സമാപിച്ചു. അരിപ്പറമേളത്തിന് പെരുവനം സതീശൻ മാരാർ പ്രമാണിയായി.
വെങ്ങിലശ്ശേരി അവകാശപ്പറയൻ മേലേപുരിക്കൽ കുറുമ്പയുടെ അധികാരപ്പറ കാവേറിയതിനു ശേഷം അരിത്താലത്തിനെ അനുഗമിച്ച ഇരുപ്പുവേല അരിത്താലം ചൊരിഞ്ഞ് തോറ്റം ചൊല്ലി സമാപിച്ചു. കാർത്തികവേലയിൽ രാവിലെ മേളത്തിന്റെ അകമ്പടിയോടെ കുതിരകളുടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. ഭരണിവേല CCTV തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു. ക്ഷേത്രചടങ്ങുകൾക്ക് തന്ത്രി കീഴ്മണ്ഠയൂർ നീലകണ്ഠൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. മേൽശാന്തി വൈകുണ്ഠം നാരായണൻ നമ്പൂതിരി സഹകാർമ്മികത്വം വഹിച്ചു. ഉത്സവാഘോഷങ്ങൾക്ക് ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട്, പ്രസിഡന്റ് ശ്രീരാമൻ തെക്കൂട്ട്, സെക്രട്ടറി സുജീഷ് അരുവാത്തോട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരു ആണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിൽ വന്നെത്തിയ കുതിരവേലയിൽ പങ്കെടുത്ത ദേവിയെ വണങ്ങി അടുത്ത വേലയ്ക്ക് കാവുകയറാമെന്ന ഉറപ്പു നൽകിയാണ് ഉത്സവക്കുതിരകൾ തട്ടകം വിട്ട് അതാത് ദേശങ്ങളിലേക്ക് യാത്രയായത്. CCTV ന്യൂസ് വേലൂർ. മണിമലർക്കാവ് കുതിരവേലയിൽ നിരന്നത് ശില്പഭംഗിയിലും വർണ്ണക്കാഴ്ചകളിലും വേറിട്ട് നിൽക്കുന്ന തിരിക്കുതിരകൾ. ദേശത്തെ തച്ചന്മാരുടെയും പെരുമണ്ണാന്മാരുടെയും കരവിരുതും തച്ചുശാസ്ത്രവും ഒത്തുചേർന്നപ്പോൾ കുതിരവേലയ്ക്കെത്തിയ ആയിരങ്ങൾക്ക് വിസ്മയമുണർത്തുന്ന വർണ്ണക്കാഴ്ചയായി. പണ്ടുകാലത്ത് ദേശത്തെ കഴിവ് തെളിയിച്ച തച്ചന്മാരാണ് കുതിരവേലയിലെ കുതിരകൾക്ക് രൂപകൽപ്പന നടത്തിയത്. അതുകൊണ്ടുതന്നെ വേലയ്ക്ക് കുതിരയെ നിർമ്മിക്കുന്നതിൽ ദേശത്തെ ആശാരിമാരാണ് പ്രധാന പങ്ക് വഹിക്കുക. 30 അടിയിലധികം നീളമുള്ള 3 തേക്കിൻ തണ്ടിലാണ് 4 അടിയോളം ഉയരത്തിൽ കുതിരയെയും പടയാളികളെയും ചുറ്റും ഗോപുരവും അലങ്കാരങ്ങളും തീർക്കുന്നത്. കിടക്കുന്ന രീതിയിൽ ആദ്യം ഘടിപ്പിക്കുന്ന കുതിരയെ എഴുന്നള്ളിപ്പിന്റെ സമയങ്ങളിൽ 2 അടിയോളം ഉയരത്തിൽ എഴുന്നേൽപ്പിച്ച് നിർത്താനുള്ള സംവിധാനവുമുണ്ട്. കുതിരക്കാലുകൾക്കും ചുറ്റുഗോപുരങ്ങൾക്കും ആഭരണയാടകൾക്കും നൂറ്റാണ്ടിന്റെ പഴക്കമാണുള്ളത്. ചിത്രപ്പണി ചെയ്ത മരത്തിലുള്ള കുതിരത്തലയും ഏറെ ആകർഷണീയമാണ്. കനം കുറഞ്ഞ മുളംതണ്ടുകളിൽ കയർ ചുറ്റി നിർമ്മിച്ച കുതിരയുടെ ആകൃതിക്കുള്ളിൽ പട്ടുചുറ്റുന്നത് ദേശത്തെ അവകാശമുള്ള പെരുമണ്ണാന്മാരാണ്. വെങ്ങിലശ്ശേരി അമ്പലക്കുതിര, വേലൂർ ദേശക്കുതിര എന്നീ 2 തിരിക്കുതിരകളാണ് വേലയ്ക്കെത്തുന്നത്. തല മുകളിലേക്കും താഴേക്കും ചലിക്കുന്ന രീതിയിൽ തലയാട്ടുന്ന തിരിക്കുതിരകൾ വേലൂർ മണിമലർക്കാവ് കുതിരവേലയ്ക്ക് മാത്രമാണ് കാണാനാവുക. രാജഭരണകാലത്താണ് മണിമലർക്കാവിലെ വേലൂർ, വെങ്ങിലശ്ശേരി എന്നീ ദേശങ്ങളിൽ തിരുക്കുതിരകളെ നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തിരുക്കുതിരകളുടെ ഗോപുരപ്പലകകളിൽ പാലാഴി മഥനവും അംഗത്തിന് പുറപ്പെടുന്ന പടയാളികളുടെ പ്രതിമകളും കൊത്തിവെച്ചിട്ടുണ്ട്. കുമിഴ്, കുങ്കുമം എന്നീ മരങ്ങളാണ് കൊത്തുപണിക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. മാസങ്ങളോളം ഔഷധക്കൂട്ടിയിട്ട എണ്ണത്തോണിയിൽ ഇട്ടുവെച്ചതിനു ശേഷമാണ് കൊത്തുപണികൾ നടത്തിയതെന്ന് പറയപ്പെടുന്നു. 30 അടിയിലധികം നീളമുള്ള തേക്കിന്റെ മരത്തിൽ കടഞ്ഞെടുത്ത തണ്ടുകളിൽ തേക്കിൻ പലകകൾ നിരത്തിയുറപ്പിച്ച ശേഷം ഇതിനു മധ്യത്തിൽ സ്ഥാപിച്ച മരം കൊണ്ടുള്ള അച്ചുതണ്ടിലാണ് കുതിരയെ ഉറപ്പിക്കുന്നത്. പലകകളിൽ മരചക്രങ്ങൾ ഘടിപ്പിച്ച് കുതിരയെ ഉറപ്പിച്ച അച്ചുതണ്ടുമായി ബന്ധിപ്പിക്കുന്നു. അച്ചുതണ്ട് തിരിക്കുന്നതോടെ കുതിരയും തണ്ടുകളിൽ തിരിയാൻ തുടങ്ങും. കുതിരയ്ക്ക് മുമ്പിലുള്ള പാവകൾ എന്നറിയപ്പെടുന്ന പടയാളികളും ചെറുകുതിരയും കുതിരയ്ക്ക് അഴകാണ് സമ്മാനിക്കുന്നത്. നൂറ്റാണ്ടുകൾ പിന്നിട്ടെങ്കിലും ഇന്നും അതേ രീതിയിൽ രൂപത്തിൽ മാറ്റമുണ്ടാകാതെ ഈ കുതിരകൾ ഇപ്പോഴും വേലയ്ക്കെത്തുന്നത് നിർമ്മാണത്തിലെ സവിശേഷത ഒന്നുകൊണ്ട് മാത്രമാണ്. ആയിരങ്ങളെ സാക്ഷിയാക്കി സമാപിച്ച പ്രസിദ്ധമായ കുതിരവേലയിൽ പങ്കെടുത്ത് ഉപചാരം ചൊല്ലി ദേശങ്ങളിലേക്ക് മടങ്ങുന്ന കുതിരകൾ ഇനിയും അടുത്ത വേലയ്ക്ക് കാവുകയറാമെന്ന ഉറപ്പു നൽകിയാണ് തട്ടകത്തിൽ നിന്ന് മടങ്ങിയത്. CCTV ന്യൂസ് വേലൂർ. ചരിത്രദീപ്തമായ സ്മരണകൾ ഉണർത്തുന്ന അരിത്താലത്തിനും അരിപ്പറമേളത്തിനും മണിമലർക്കാവ് ക്ഷേത്രാങ്കണം ഒരിക്കൽ കൂടി വേദിയായി. ചിരാതുകളിൽ ദീപക്കാഴ്ചയും മേളത്തിന്റെ മാസ്മരികതയും നിറച്ച അരിപ്പറമേളവും താലവും വേലക്കാഴ്ചക്കാർക്ക് മികവേകി. 18 ദേശങ്ങളിലെ ശാന്തഗംഭീര നാട്ടുത്സവമായ വേലൂർ മണിമലർക്കാവ് കുതിരവേലയിലെ അരിത്താലവും അരിപ്പറമേളവും ശ്രദ്ധേയമായ ഒന്നാണ്. പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെങ്കിലും മാറുമറക്കൽ സമരത്തിൽ സ്ത്രീകളുടെ അവകാശ പോരാട്ടത്തിന്റെ വീറുറ്റ അധ്യായമായുമാണ് കണക്കാക്കപ്പെടുന്നത്. അരനൂറ്റാണ്ട് മുമ്പ് സ്ത്രീകൾ മാറുമറയ്ക്കാതെ താലമെടുത്തിരുന്നതിനെ അറുതി വന്നത് സംഘർഷഭരിതമായ സമരത്തോടെയാണ്. വൈകിട്ട് ക്ഷേത്ര നമസ്കാര മണ്ഡപത്തിൽ അരിപ്പറ ചൊരിഞ്ഞതിനു ശേഷമാണ് അരിത്താലത്തിന് തിരികൊളുത്തിയത്. കുംഭഭരണി വേലയിൽ മംഗല്യ സൗഭാഗ്യത്തിനും നെടുമംഗല്യത്തിനും കുടുംബ സൗഭാഗ്യത്തിനും വേണ്ടി വ്രതാനുഷ്ഠാനങ്ങളോടെ നിരവധി സ്ത്രീകൾ അരിത്താലത്തിൽ പങ്കെടുത്തു. പ്രസിദ്ധമായ അരിപ്പറമേളം പുലർച്ചെയാണ് സമാപിച്ചത്. അരിപ്പറമേളത്തിന് പെരുവനം സതീശന്മാരാർ നേതൃത്വം നൽകി. ചരിത്രപ്രസിദ്ധമായ കുതിരവേലയ്ക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കം പറയുമ്പോൾ
അരിത്താലത്തിനും അരിപ്പറമേളത്തിനും പ്രാധാന്യമേറെയാണ്. CCTV ന്യൂസ് വേലൂർ. ും ആചാരങ്ങളും തെറ്റാതെ ഇത്തവണയും ഇരുപ്പുവേല കാവേറി. ദേവീയ യാത്രയുടെ കഥ പറയുന്ന ഒരു ഗ്രാമത്തിന്റെ തനത് സംസ്കാരത്തിന്റെ ഭാഗമായ തോറ്റം ചൊല്ലിയാണ് ഇരുപ്പുവേല സമാപിച്ചത്. ക്ഷേത്രത്തിൽ പറ പുറപ്പെടുന്ന ദിവസം മുതൽ വ്രതാനുഷ്ഠാനങ്ങൾ ആചരിച്ച് ക്ഷേത്രത്തിലെത്തി മണിമലർക്കാവിലമ്മയുടെ തോറ്റം ചൊല്ലി അധികാരപ്പറ പുറപ്പെട്ട് ദേശത്ത് പറയെടുത്താണ് 18 ദേശം അവകാശപ്പറയന്റെ വേല അശ്വതി ദിവസം കാവേറിയത്. തുടർന്ന് ഭരണിവേലയിൽ അരിത്താലത്തിനെ അനുഗമിച്ചു നീങ്ങുന്ന ഇരിപ്പുവേല അരിത്താലം ചെരിഞ്ഞതിനു ശേഷമാണ് തോറ്റംപാട്ട് ആരംഭിച്ചത്. കിഴക്കൊരു വെള്ളപ്പം നാട് എന്ന സ്വർഗത്തിൽ നിന്ന് അതാത് ദേശങ്ങളിലെ ജനങ്ങളെ രക്ഷിക്കാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദേവിയുടെ കഥയാണ് തോറ്റംപാട്ടിലൂടെ അവതരിപ്പിച്ചത്. യാത്രക്കിടയിൽ വെയിലത്തിരുന്ന ദേവിക്ക് 16 കമ്പുള്ള വെള്ളാട്ടു വെൺകുടം പണിതീർത്ത് പാക്കനാർ ചൂടിക്കൊടുത്തതിന്റെ പ്രതീകമായി കുരുത്തോല കൊണ്ട് അലങ്കരിച്ച ഓലക്കുടയുമായാണ് ഇരിപ്പുവേല നടന്നത്. നാടൻ കലാരൂപങ്ങളും നാടൻ പാട്ടുകളും പ്രാചീന ഗോത്ര സംസ്കാര ബിംബങ്ങളും നിറഞ്ഞ ഇരിപ്പുവേലയെ നിരവധി പേരാണ് അനുഗമിച്ചത്. CCTV ന്യൂസ് വേലൂർ. അരളിപ്പൂ കോർത്ത അമ്പിളിക്കല മാലയണിഞ്ഞ് തിറയും പൂതനും മണിമലർക്കാവ് കുതിരവേല വർണ്ണാഭമാക്കി. മുഖത്ത് അരിമാവ് കോലമണിഞ്ഞ് ചിലമ്പുലിയും മണിക്കിലുക്കവുമായി നൂറ്റാണ്ടുകാലത്തെ ചരിത്രവുമായാണ് ഇവർ കാവു കയറിയത്. കാവിൽ വേലയുടെ ഭാഗമായി നടത്തിവരുന്ന ഒരു നാടൻ കലാരൂപമാണ് പൂതൻതിറ. അടിസ്ഥാന ജനവിഭാഗങ്ങളിൽപ്പെടുന്ന പെരുവണ്ണാൻ സമുദായമാണ് ഈ അനുഷ്ഠാന കല അവതരിപ്പിച്ചത്. കുതിരവേലയുടെ പറപ്പുറപ്പാട് കഴിഞ്ഞാണ് തിറയും പൂതനും ഭഗവതിയുടെ മുമ്പിൽ കൊട്ടിയാടി ഗ്രാമസന്ദർശനത്തിനിറങ്ങിയത്. പൂതത്തിന് പല വർണ്ണങ്ങൾ തുന്നിച്ചേർത്ത വർണ്ണാഭമായ വസ്ത്രങ്ങളും തലയിൽ ഭയമുണർത്തുന്ന മട്ടിൽ ഉന്തി നിൽക്കുന്ന നാക്കും ഉണ്ടക്കണ്ണുകളുമുള്ള മുഖംമൂടിയോടുകൂടിയ കിരീടവും തിറയ്ക്ക് തലയിൽ കയറ്റിവെച്ച് വഹിക്കുന്ന വളരെ വലിപ്പമുള്ള കിരീടമാണുള്ളത്. കുതിരവേലയുടെ ഭാഗമായി തിറയും പൂതനും ദേവീയ പ്രയാണത്തിന് ശേഷം താളത്തോടെ ചടുലമായ നൃത്തച്ചുവടുകളുമായാണ് സന്ധ്യയ്ക്ക് ക്ഷേത്രപ്പറമ്പിലെത്തിയത്. ക്ഷേത്രാചാരങ്ങളുടെ ഭാഗമായി ഭഗവതിക്കാവുകളിൽ തിറയും പൂതനും ഒഴിച്ചുകൂടാനാവാത്ത സ്ഥാനമുണ്ട്. അതുകൊണ്ടുതന്നെ കാഴ്ചക്കാരും വളരെയേറെയാണ്. ദേശദേശാന്തര വീടുകളിൽ വേലയുടെ സന്ദേശമെത്തിച്ച് ദേശമാകെ ഉത്സവഛായ നിറയ്ക്കുന്ന പ്രയാണത്തിന് ചെറുബാല്യങ്ങളും പിൻപറ്റിയിരുന്നു. തിറയും പൂതനും കെട്ടിയാടുന്നത് അവകാശക്കാരായ വെങ്ങിലശ്ശേരി കേളുമകൻ ത്യാഗരാജന്റെ നേതൃത്വത്തിലാണ്. കുതിരവേലയിൽ മതിൽക്കെട്ടിനു പുറത്ത് ഗൃഹാതുരത്വമുണർത്തുന്ന വാദ്യങ്ങൾക്കൊപ്പം നടനം ചെയ്താണ് തിറയും പൂതനും കാവിറങ്ങിയത്. CCTV ന്യൂസ് വേലൂർ. വെള്ളാറ്റഞ്ഞൂർ ദേശക്കുതിരയുടെ ശില്പികളെ ആദരിച്ചു. പുതുതായി നിർമ്മിച്ച കുതിര ശില്പികൾക്ക് ക്ഷേത്ര നടപ്പുരയിൽ വെച്ചാണ് ഉപഹാരം നൽകി ആദരിച്ചത്. കമ്മിറ്റി പ്രസിഡന്റ് KM ഭവിൻ അധ്യക്ഷനായി. ചടങ്ങിൽ ദേശകുതിര ശില്പികളായ ഉണ്ണികൃഷ്ണൻ വട്ടപ്പറമ്പിൽ, ജയേഷ് തെക്കേതിൽ, ശിവദാസ്, ഉമാസുധൻ, അനുരാഗ് എന്നിവരെയാണ് ആദരിച്ചത്. രക്ഷാധികാരി PN അനിൽ, മുൻ മേൽശാന്തി മൂത്തമന പരമേശ്വരൻ നമ്പൂതിരി, കൂട്ടുമുച്ചിക്കൽ ദേവസ്വം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അമ്മാത്ത്, നിർമ്മാണ കമ്മിറ്റി പ്രസിഡന്റ് MGS നായർ, KN ബാബു, സജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 2023-24 ബജറ്റിൽ വകയിരുത്തിയ ഫണ്ടുകൾ നിഷേധിച്ച സംസ്ഥാന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് KPCCയുടെ ആഹ്വാനപ്രകാരം തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ജനപ്രതിനിധികൾ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ കോൺഗ്രസ് ജനപ്രതിനിധികൾ നടത്തിയ ധർണ കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി ഉദ്ഘാടനം ചെയ്തു. മെയിന്റനൻസ് ഫണ്ട് വെട്ടിക്കുറച്ചത് പുനഃസ്ഥാപിക്കുക, സംസ്ഥാന സർക്കാരിന്റെ തദ്ദേശഭരണ സ്ഥാപനങ്ങളോടുള്ള അവഗണന അവസാനിപ്പിക്കുക, ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടന്ന ധർണയിൽ ചൂണ്ടൽ മണ്ഡലം പ്രസിഡന്റ് RM ബഷീർ അധ്യക്ഷനായി. കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജെയ്സൺ ചാക്കോ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് അംഗം ആൻഡോ പോൾ, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് AM ജമാൽ, കേച്ചേരി സഹകരണ ബാങ്ക് പ്രസിഡന്റ് I വേണുഗോപാൽ, മുൻ മണ്ഡലം പ്രസിഡന്റ് MM ഷംസുദ്ദീൻ, പഞ്ചായത്ത് അംഗങ്ങളായ ND സുജിത് കുമാർ, ധനേഷ് ചുള്ളിക്കാട്ടിൽ,
DCC അംഗം AM സുബൈർ എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് CT ജെയിംസ്, യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി മുബാറക് കേച്ചേരി, മഹിളാ കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം പ്രസിഡന്റ് റംല മജീദ്, മൊയ്തുണ്ണിക്കുട്ടി, ഫാറൂഖ് കേച്ചേരി എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. CCTV ന്യൂസ് കേച്ചേരി. വടക്കേക്കാട് കൌക്കാനപ്പെട്ടി ALP സ്കൂളിലെ പാചകപ്പുരയുടെ നിർമ്മാണോദ്ഘാടനം NK അക്ബർ MLA നിർവഹിച്ചു. MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച 10 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പാചകപ്പുര പ്രാവർത്തികമാക്കുന്നത്. വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ അധ്യക്ഷനായിരുന്നു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിജു പള്ളിക്കര, വാർഡ് മെമ്പർ ശോഭ അനീഷ്, PTA പ്രസിഡന്റ് MR ഷെസീന, MPTA പ്രസിഡന്റ് റംലത്ത്, OSA പ്രസിഡന്റ് ബാലചന്ദ്രൻ മാസ്റ്റർ, പൂർവ്വ വിദ്യാർത്ഥികളായ ആന്റണി, മോഹനൻ മമ്പറമ്പത്ത്, സ്റ്റാഫ് പ്രതിനിധി CR ജിജോ, അധ്യാപകൻ ബിജോയ് P മാത്യു എന്നിവർ സംസാരിച്ചു. കുന്നംകുളം നഗരസഭയെ സംബന്ധിച്ച് 2021-22 വർഷത്തിലെ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ട് അംഗങ്ങൾക്ക് നൽകിയില്ലെന്ന് ആരോപിച്ച് കൌൺസിൽ യോഗത്തിൽ BJP കോൺഗ്രസ് അംഗങ്ങളുടെ ബഹളം. ചെയർപേഴ്സൺ സീതാ രവീന്ദ്രന്റെ അധ്യക്ഷതയിൽ വെള്ളിയാഴ്ച ചേർന്ന അടിയന്തര കൌൺസിൽ യോഗത്തിലായിരുന്നു പ്രതിപക്ഷ ബഹളം. അംഗങ്ങൾക്കെല്ലാം ഓഡിറ്റ് റിപ്പോർട്ട് നൽകേണ്ടതായിരുന്നുവെന്നും റിപ്പോർട്ട് ലഭിക്കാത്ത പക്ഷം ചർച്ച ചെയ്യാൻ സാധിക്കില്ലെന്നും BJP കോൺഗ്രസ് അംഗങ്ങൾ യോഗത്തിൽ ഉന്നയിച്ചു. ഇതേ തുടർന്ന് ഭരണപക്ഷവും BJP കോൺഗ്രസ് അംഗങ്ങളും തമ്മിൽ വലിയ ബഹളമുണ്ടായി. എന്നാൽ കൗൺസിൽ യോഗ നോട്ടീസിൽ ഓഡിറ്റ് റിപ്പോർട്ട് ഉള്ളടക്കം ചെയ്തുവെങ്കിലും നഗരസഭയുടെ കീഴ്വഴക്കത്തിന് അനുസൃതമായി സ്ഥിരം സമിതി അധ്യക്ഷന്മാർക്കും കക്ഷി നേതാക്കൾക്കും ഓഡിറ്റ് റിപ്പോർട്ട് മുന്നേ നൽകിയിട്ടുള്ളതായി ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ യോഗത്തിൽ അറിയിച്ചു. ഓഡിറ്റ് റിപ്പോർട്ട് നൽകാത്ത പക്ഷം യോഗത്തിൽ റിപ്പോർട്ട് വായിക്കേണ്ടതാണെന്ന് BJP കോൺഗ്രസ് അംഗങ്ങൾ യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഓഡിറ്റ് റിപ്പോർട്ടിന്മേൽ അതത് കക്ഷി നേതാക്കളുമായി കൗൺസിലിൽ പങ്കെടുക്കുന്നതിന് മുന്നേ അംഗങ്ങൾ ചർച്ച ചെയ്യേണ്ടതായിരുന്നുവെന്നും സീതാ രവീന്ദ്രൻ മറുപടി നൽകി. ഇതേച്ചൊല്ലി പ്രതിപക്ഷ അംഗങ്ങളുടെ ബഹളം ശക്തമായതോടെ കൗൺസിൽ യോഗത്തിൽ ഓഡിറ്റ് റിപ്പോർട്ട് വായിക്കുകയായിരുന്നു. നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, T സോമശേഖരൻ, കൗൺസിലർമാരായ AS സുജീഷ്, KK മുരളി, ബിനു പ്രസാദ്, ബിജു C ബേബി, ഷാജി അലിക്കൽ, ലബീബ് ഹസൻ, മിനി മോൻസി, ബീന രവി തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. CCTV ന്യൂസ് കുന്നംകുളം. എരുമപ്പെട്ടി കുട്ടഞ്ചേരി തുമ്പിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ വെളുത്ത ഷഷ്ടി മഹോത്സവം ആഘോഷിച്ചു. ഫെബ്രുവരി 15 വ്യാഴാഴ്ചയായിരുന്നു ആഘോഷം. രാവിലെ 6 മണിക്ക് നിർമ്മാല്യം, തുടർന്ന് മഹാഗണപതി ഹോമം, ഉഷപൂജ, പാലഭിഷേകം, വിശേഷാൽ പൂജകൾ, നാമജപാർച്ചന എന്നിവയുണ്ടായി. 9:30 വിശ്വഗുരുപരം ജ്യോതി ഗ്രൂപ്പ് നയിച്ച ഭക്തി പ്രഭാഷണം, തുടർന്ന് ഉച്ചപൂജ, അന്നദാനവും നടന്നു. വൈകിട്ട് 5:30 നട തുറക്കൽ, നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന, അത്താഴപൂജ എന്നിവയുമുണ്ടായി. ആഘോഷത്തിന് കുട്ടഞ്ചേരി തുമ്പിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ നേതൃത്വം നൽകി. കേന്ദ്ര സർക്കാരിന്റെ കർഷകദ്രോഹ നയത്തിനെതിരെ ദില്ലിയിൽ സമരം ചെയ്യുന്ന കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കർഷക കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി ദീപം തെളിയിച്ചു. എരുമപ്പെട്ടി സെന്ററിൽ നടന്ന ഐക്യദാർഢ്യ സദസ്സ് കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പേൽ ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PK വിനയകുമാർ അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് TK ദേവസി മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ PT സുരേന്ദ്രൻ, PC ഗോപാലകൃഷ്ണൻ, MK ജോസ്, MO ചാക്കോച്ചൻ, സുധീഷ് പറമ്പിൽ, TN നമ്പീശൻ, MS സുധീഷ്, TK സുബ്രഹ്മണ്യൻ, SS മജീദ്, K വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. കൂനമുച്ചി സെന്റ് തോമസ് UP സ്കൂളിന്റെ 106ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയപ്പും നടന്നു. സ്കൂൾ അങ്കണത്തിൽ നടന്ന സ്കൂൾ വാർഷികാഘോഷം കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജോർജ് ചെറുവത്തൂർ അധ്യക്ഷനായി. സ്റ്റാഫ് പ്രതിനിധി CA ഷീല ടീച്ചർ റിപ്പോർട്ട് അവതരണം നടത്തി. വിദ്യാലയത്തിൽ നിന്ന് ഈ അധ്യയന വർഷം വിരമിക്കുന്ന CA പ്രേമ ടീച്ചറുടെ ഫോട്ടോ അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോയ് അടമ്പുകുളം അനാച്ഛാദനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം PK അസീസ്, കൂനമുച്ചി ഇടവക ട്രസ്റ്റി PC ലോന, പൂർവ്വാധ്യാപക സംഘടനാ പ്രസിഡന്റ് ആലീസ് ടീച്ചർ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് PC മാർട്ടിൻ, PTA പ്രസിഡന്റ് ജോജി, MPTA പ്രസിഡന്റ് KP ഐശ്വര്യ, സ്കൂൾ ലീഡർ PR പാർവതി, പ്രധാനാധ്യാപിക ബീന ടീച്ചർ, സ്റ്റാഫ് പ്രതിനിധി MA ലോറൻസ് എന്നിവർ സംസാരിച്ചു. CA പ്രേമ ടീച്ചർ മറുപടി പ്രസംഗം നടത്തി. വാർഷികത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. CCTV ന്യൂസ് കേച്ചേരി. ജാതിമതഭേദമന്യേ അനേകായിരങ്ങൾക്ക് നൽകിയ പ്രസാദ ഊട്ടോടെ വടക്കേക്കാട് കപ്ലിയങ്ങാട് ശ്രീഭഗവതി ക്ഷേത്രത്തിൽ 4 ദിവസങ്ങളിലായി നടത്തിയ വേല മഹോത്സവത്തിന് കൊടിയിറങ്ങി.
ആചാരാനുഷ്ഠാനങ്ങൾക്കും മതസൌഹാർദ്ദങ്ങൾക്കും സംഗമഭൂമിയായ കപ്ലയങ്ങാട് ഭഗവതി ക്ഷേത്രത്തിൽ 4 ദിവസങ്ങളിലായി നടത്തി വന്നിരുന്ന വേല മഹോത്സവത്തിനാണ് സമാപനമായത്. കുംഭഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് ജനുവരി 20-ന് വൈകിട്ട് പ്രത്യേക പൂജകൾക്ക് ശേഷം പരൂർ ശിവക്ഷേത്രത്തിൽ നിന്നും മേളത്തിന്റെയും പൂത്താലത്തിന്റെയും അകമ്പടിയിൽ കൊടിക്കൂറ കൊണ്ടുവന്ന കൊടിയേറ്റം നടത്തി. തുടർന്ന് ക്ഷേത്രത്തിലെ ചോപ്പന്മാരെ സ്വീകരിച്ചു കൊണ്ടുവരുന്ന ചടങ്ങും ഉണ്ടായിരുന്നു. ചൊവ്വാഴ്ച നാട്ടുതാലവും ബുധനാഴ്ച അശ്വതിവേല, വ്യാഴാഴ്ച കുംഭഭരണി, വെള്ളിയാഴ്ച കാർത്തികയും ആഘോഷിച്ചു. കൊടിയേറ്റം കഴിഞ്ഞതു മുതൽ ക്ഷേത്രത്തിൽ കാർത്തിക ദിവസം വരെ ഭക്തരുടെ വഴിപാട് കളമ്പാട്ടുണ്ടായിരുന്നു. നാട്ടുതാലത്തിന് പുറപ്പെട്ട താലങ്ങൾ അശ്വതിവേല ദിവസം പുലർച്ചെ 5 മണിക്ക് ക്ഷേത്ര പ്രദക്ഷിണത്തോടെ സമാപിച്ചു. തുടർന്ന് വിവിധ മേളത്തിന്റെ അകമ്പടിയോടെ കരിങ്കാളി, തെയ്യം, പ്രാചീന കലാരൂപങ്ങൾ എന്നിവയും ഉത്സവവരവും വൈകിട്ട് 6 മണിക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ക്ഷേത്രത്തിലെ ഏറെ പ്രാധാന്യം നിറഞ്ഞ വർഷത്തിലൊരിക്കൽ മാത്രം തുറക്കുന്ന വടക്കേവാതിൽ കുംഭഭരണി ദിവസമായ വ്യാഴാഴ്ച രാവിലെ 7 മണിക്ക് വിശേഷാൽ പൂജകൾക്ക് ശേഷം ക്ഷേത്രം തന്ത്രി ഭക്തർക്കായി തുറന്നുകൊടുത്തു. വൈകിട്ട് 4 മണിക്ക് വടക്കേക്കാട് സമുദായത്തിന്റെ തട്ടിന്മേൽ കളി ക്ഷേത്രസന്നിധിയിലെത്തി. വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ദേശപൂരങ്ങൾ, തെയ്യം, തിറ, കാവടി, പ്രാചീന കലാരൂപങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ ക്ഷേത്രസന്നിധിയിൽ വേലകയറ്റവുമുണ്ടായി. തുടർന്ന് വിവിധ ദേശങ്ങളിൽ നിന്ന് അടകുത്തിപ്പുഴുങ്ങാൻ എത്തിയവരുടെ അടുപ്പിലേക്ക് മേൽശാന്തി തീ പകർന്നു. നിവേദിച്ചാട കാർത്തിക ദിവസമായ വെള്ളിയാഴ്ച രാവിലെ 11 മണി മുതൽ 1 മണി വരെ വിതരണം ചെയ്തു. രാവിലെ 9 മണിക്ക് പടിഞ്ഞാറ്റുമുറി ഉത്സവ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പായസ വിതരണവും ഉണ്ടായിരുന്നു. തുടർന്ന് പ്രത്യേക പൂജകളോടെ ഉത്സവക്കൂറ താഴെയിറക്കി. പൂജകൾക്ക് തന്ത്രി മുല്ലപ്പള്ളി മനക്കൽ ശശീന്ദ്രൻ ഭട്ടതിരിപ്പാട്, മേൽശാന്തിമാരായ മുകേഷ്, ശരത്ത് തുടങ്ങിയവർ കാർമ്മികത്വം വഹിച്ചു. 10 മണി മുതൽ അന്നദാനവും ഉണ്ടായിരുന്നു. ആഘോഷങ്ങൾക്ക് ക്ഷേത്രം ഊരാളൻ ദിവാകരരാജ്, കപ്ലിയങ്ങാട് കുടുംബകാരണവർ ഗോവിന്ദൻകുട്ടി, ക്ഷേത്രം പ്രസിഡന്റ് പ്രമോദ് കിളിയംപറമ്പിൽ, സെക്രട്ടറി ധനീഷ് താമരശ്ശേരി, അശോകൻ വെട്ടിശ്ശേരി, PV വിജയൻ, വസന്തൻ മൂക്കനാംകുളങ്ങര, പ്രജീഷ് മടപ്പാട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിവിധ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഗാനമേളയും ഉണ്ടായിരുന്നു. സിസ്റ്റീവി ന്യൂസ്, പുന്നേർകുളം. പുതുതലമുറയ്ക്ക് നവ്യാനുഭവമായ തട്ടിന്മേൽ കളി അഥവാ ഐവർ കളി പരിചയപ്പെടുത്തി നൽകി കോട്ടപ്പടി ഗംഗാധരനും സംഘവും. വടക്കേക്കാട് കപ്ലയങ്ങാട് ശ്രീഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തോടനുബന്ധിച്ചാണ് ക്ഷേത്രാങ്കണത്തിൽ നിർമ്മിച്ച തട്ടിന്മേൽ കളി മണ്ഡപത്തിൽ ഉറച്ച ചുവടുവെപ്പോടുകൂടി നടത്തിയത്. ഭാരതയുദ്ധത്തിൽ ഭദ്രകാളിയെ പ്രീതിപ്പെടുത്തുന്നതിനും കൃഷ്ണഭഗവാൻ പഞ്ചപാണ്ഡവരോട് നിർദ്ദേശിച്ച ആചാരമാണ് ഐവർ കളി അഥവാ തട്ടിന്മേൽ കളി. വേലയ്ക്കും ഉത്സവത്തിനു മാത്രമാണ് ഐവർകളി എന്ന പേരിൽ അറിയപ്പെടുന്ന തട്ടിന്മേൽ കളി ആചാരമായി നടത്താറുള്ളത്. കാവുകളിൽ അതാത് ദേശത്തെ വിശ്വകർമ്മജരെ ഇതിനുള്ള അവകാശിയായി അവരോധിച്ചിരുന്നു. തട്ടിന്മേൽ കളിക്കുന്നതുകൊണ്ടാണ് ഇതിന് തട്ടിന്മേൽ കളി എന്ന് പേര് വന്നത്. കുംഭഭരണി ആഘോഷത്തോടനുബന്ധിച്ച് ദേവീപ്രീതിക്ക് വേണ്ടി അരങ്ങേറുന്നതിനാൽ ഐവർ കളി എന്ന പേരിലും അറിയപ്പെടുന്നു. 7 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തോടെ അമ്പലനടയിലെ പ്രത്യേകം നിർമ്മിച്ച ഐവർ തട്ടിലോ പ്രത്യേക സ്ഥലത്തോ ആണ് കളി നടത്തുക. ഭരണി ഗുരുതി കഴിഞ്ഞാൽ നടയടയ്ക്കും മുൻപേ ശ്രീകോവിലെ വിളക്കിൽ നിന്ന് ഒരു തിരി കത്തിച്ചെടുത്ത് ഐവർ തറയിലെ ദേവീസങ്കല്പമായി വിളക്ക് കൊളുത്തും. ഈ ദീപത്തിന് ചുറ്റുമാണ് വിശ്വകർമ്മജർ ശ്രുതിഗീതങ്ങൾ പാടി നൃത്തം ചവിട്ടുന്നത്. കളി കഴിയുന്നതുവരെ ദീപം അണയാതെ സൂക്ഷിക്കണം. കുളിച്ചും കുറിയിട്ടും വെള്ളവസ്ത്രം തച്ചുടുത്തും രാമായണത്തിലെയോ മഹാഭാരതത്തിലെയോ കഥാസന്ദർഭങ്ങളാണ് ചൊല്ലിക്കളിക്കാറുള്ളത്. ആശാൻ പാട്ട് ചൊല്ലിക്കൊടുക്കുകയും കളിക്കാർ ഏറ്റുചൊല്ലുകയും അതിനൊത്ത് ചുവട് വെച്ച് കളിക്കുകയും ചെയ്യും. പാട്ടിനും ചുവടിനും ഇടയിൽ താളമിടാൻ ഇലത്താളമോ പൊന്തിയോ ആണ് ഉപയോഗിക്കുന്നത്. 37 വർഷമായി വിവിധ ക്ഷേത്രങ്ങളിൽ ഐവർകളിയും കോൽക്കളിയും ഗംഗാധരൻ കോട്ടപ്പടി നടത്തിവരാറുണ്ട്. എന്നാൽ ചില ശാരീരിക പ്രശ്നങ്ങൾ കാരണം കഴിഞ്ഞ വർഷം മുതൽ കളികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണെങ്കിലും തന്റെ ശിഷ്യന്മാരുടെ സബരിക്ക് പിന്തുണ നൽകാൻ അദ്ദേഹവും എത്താറുണ്ട്. ചെമ്പാലക്കുളം ക്ഷേത്രത്തിനു വേണ്ടിയാണ് നാരായണൻ കുളങ്ങരയുടെ നേതൃത്വത്തിൽ ഗംഗാധരൻ കളികൾ അഭ്യസിച്ചു തുടങ്ങിയത്. ആശാൻ മരണമടഞ്ഞതിനു ശേഷം ഗംഗാധരൻ കളി ഏറ്റെടുത്ത് നടത്തുകയായിരുന്നു. കപ്ലയങ്ങാട് ക്ഷേത്രത്തിൽ വടക്കേക്കാട് സമുദായത്തിന്റെ നേതൃത്വത്തിലാണ് പ്രാചീന കലാരൂപം തട്ടിലെത്തിയത്. ഗംഗാധരൻ ആശാന്റെ കീഴിൽ നിരവധി പേരാണ് അനുഷ്ഠാന കലാരൂപം അവതരിപ്പിക്കുവാൻ പരിശീലനം നടത്തുന്നത്. ഒരുപാട് ചിട്ടകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ നിലവിലില്ല. അതൊന്നും നടത്താൻ സാധ്യമല്ല. അതിൻ്റെ കർമ്മങ്ങൾ ചെയ്തു അങ്ങനെ ഒരു കുണ്ടി കാട്ടി അവിടുന്ന് കളി തുടങ്ങിയിട്ട് ഉത്സവ ദിവസം അവിടെ കർമ്മങ്ങളൊക്കെ ചെയ്ത് അവസാനിപ്പിച്ച് കോഴി കുരുതിയൊക്കെ ചെയ്തിട്ട് അവിടുന്ന് പിന്നെയും മറിച്ചിട്ട്. ഗംഗാധരന്റെ ശിഷ്യനായ നകുലന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ജില്ലയ്ക്കകത്തും പുറത്തും തട്ടിന്മേൽ കളി നടക്കുന്നത്. സിസിടിവി ന്യൂസ്, പുന്നയൂർകുളം.
ഗുരുവായൂർ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഭക്തിസാന്ദ്രമായി. താലപ്പൊലിയോടനുബന്ധിച്ച് ഭഗവതിക്കും വീരഭദ്രസ്വാമിക്കും ഉപദേവന്മാർക്കും പ്രത്യേക പൂജകൾ നടത്തി. ഉച്ചപൂജയ്ക്ക് ശേഷം പഞ്ചവാദ്യത്തോടെ എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. ഉച്ചതിരിഞ്ഞ് നടക്കൽപ്പറ, ഗുരുതി എന്നിവയുണ്ടായി. വൈകിട്ട് വിവിധ ദേശപൂരങ്ങൾ ക്ഷേത്ര പ്രദക്ഷിണം നടത്തി. സന്ധ്യയ്ക്ക് ദീപാരാധന, കേളി, താലം എഴുന്നള്ളിപ്പ്, ഡബിൾ തായമ്പക, ഭഗവതി സേവ, അത്താഴപൂജ എന്നിവയും നടന്നു. തിപ്പിലിശ്ശേരി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പൂരം നാളെ ആഘോഷിക്കും. ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ ഉണ്ടാകും. ഉച്ചതിരിഞ്ഞ് 3-ന് തിപ്പിലിശ്ശേരി അയ്യപ്പൻ കോവിലിൽ നിന്നും പെരിങ്ങോട് ചന്ദ്രൻ, നെല്ലുവായ് ശശി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യത്തോടെ പൂരം എഴുന്നള്ളിക്കും. വൈകിട്ട് നടത്തുന്ന മേളത്തോടുകൂടി കൂട്ടിയെഴുന്നള്ളിപ്പിന് 12ഓളം ആനകൾ അണിനിരക്കും. പഞ്ചവാദ്യം, തെയ്യം, തിറ, കാവടി, നാദസ്വരം. രാത്രി 8-ന് സഖേയ പൂരാഘോഷ കമ്മിറ്റിയുടെ ഫ്യൂഷൻ മ്യൂസിക്കും ഉണ്ടാകും. രാത്രി 10-ന് നവശില്പ പൂരാഘോഷ കമ്മിറ്റിയുടെ പഞ്ചവാദ്യം അരങ്ങേറും. മായന്നൂർ രാജു, തിരുവില്ലാമല രാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകും. ഇന്ന് രാത്രി 7-ന് സഹൃദയ പ്രവാസി കൂട്ടായ്മ ഒരുക്കുന്ന ബീറ്റ് ഓഫ് തൃശൂരിന്റെ ഗാനമേളയും അരങ്ങേറി. നെല്ല് കയറ്റിയ ചാക്കുകളുമായി പോവുകയായിരുന്ന ലോറിയിൽ സ്വകാര്യ ബസ് ഉരഞ്ഞതിനെ തുടർന്ന് റോഡിൽ ചിതറി വീണ് നെല്ല് നശിച്ചു. കഴിഞ്ഞ ദിവസം കേച്ചേരിയിലായിരുന്നു സംഭവം. മഴുവഞ്ചേരിയിൽ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തിനിടെയാണ് നെല്ല് കയറ്റിപ്പോയിരുന്ന ലോറിയിൽ സ്വകാര്യ ബസ് ഉരഞ്ഞ് ചാക്കുകൾ പൊളിഞ്ഞ് നെല്ല് റോഡിലേക്ക് ചിതറി വീണത്. കഴിഞ്ഞ ദിവസം ഉച്ചതിരിഞ്ഞാണ് സംഭവം. വടക്കേക്കാട് സ്വദേശികൾ ചൂണ്ടൽപ്പാടത്ത് പാട്ടത്തിനടുത്ത് കൃഷി ചെയ്ത് കൊയ്തെടുത്ത നെല്ല് ചാക്കിലാക്കി സപ്ലൈകോ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയായിരുന്നു സംഭവം. നെല്ലുമായി പോയിരുന്ന ലോറിയുടെ വലതുവശത്തായാണ് സ്വകാര്യ ബസ് തട്ടിയത്. ചാക്കുകൾ അടക്കിക്കെട്ടിയിരുന്ന കയർ പൊട്ടുകയും ചാക്കുകൾ പൊളിഞ്ഞ് റോഡിലേക്ക് വീഴുകയുമായിരുന്നു. 8 ചാക്ക് നെല്ലാണ് റോഡിലേക്ക് ചിതറിത്തെറിച്ച് ഉപയോഗശൂന്യമായത്. തൃശൂർ കുന്നംകുളം റൂട്ടിലോടുന്ന ആര്യ ബസ്സാണ് ലോറിയിൽ തട്ടിയത്. കർഷകർ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. തൃശൂർ കുന്നംകുളം റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിൽ തുടരുമ്പോഴും അധികാരികൾ നിസ്സംഗത തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ചൂണ്ടൽപാലത്തിന്റെ കൈവരിയിലേക്ക് അമിത വേഗതയിലുള്ള സ്വകാര്യ ബസ് പാഞ്ഞുകയറി 40ഓളം യാത്രികർക്ക് പരിക്കേറ്റിരുന്നു. CCTV ന്യൂസ്, കേച്ചേരി. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 2023-24 വാർഷിക പദ്ധതി പ്രകാരം മുട്ടക്കോഴി വിതരണം നടത്തി. കണ്ടാണിശ്ശേരി മൃഗാശുപത്രിയിൽ നടന്ന മുട്ടക്കോഴി വിതരണം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷക്കീല ഷമീർ അധ്യക്ഷയായി. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ രാജീവ് വേണു, അഡ്വക്കേറ്റ് PV നിവാസ്, ജയൻ പാണ്ഡ്യത്ത്, AA കൃഷ്ണൻ, PK അസീസ്, സെബീന റിറ്റോ, TO ജോയ്, ശരത് രാമനുണ്ണി, രമ ബാബു, ജയന്തി ടീച്ചർ, ഷീബ ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. 2.5 ലക്ഷം രൂപ ചിലവഴിച്ച് 416 ഗുണഭോക്താക്കൾക്കാണ് മുട്ടക്കോഴി വിതരണം ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ 200 പേർക്ക് മുട്ടക്കോഴികളെ വിതരണം ചെയ്തു. ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ PA ഷമിത, മറ്റ് ജീവനക്കാരായ KP ശശി, സ്വാതി ജയൻ എന്നിവർ സംബന്ധിച്ചു. പുന്നേർകുളം മന്നലാംകുന്ന് GFUP സ്കൂളിലെ വിദ്യാർത്ഥികൾ സോഷ്യൽ സർവീസ് സ്കീം ശില്പശാലയിൽ നിർമ്മിച്ച സ്കൂൾ ഓഫീസ് ഫയലുകൾ പുന്നയൂർ പഞ്ചായത്തിന് കൈമാറി. വെള്ളിയാഴ്ച കാലത്ത് 10:30-ന് പഞ്ചായത്തിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ പ്രസിഡന്റ് TV സുരേന്ദ്രൻ, സെക്രട്ടറി NV ഷീജ എന്നിവർ ചേർന്ന് വിദ്യാർത്ഥികളിൽ നിന്നും ഫയലുകൾ സ്വീകരിക്കുകയും വിദ്യാർത്ഥികൾക്ക് മധുരം നൽകുകയും ചെയ്തു. വിദ്യാർത്ഥികളിൽ സാമൂഹിക അവബോധവും സംഘടനാ ശേഷിയും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കുന്ന ക്ലബ്ബാണ് സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം. 5ാം ക്ലാസ്സിലെ 30 കുട്ടികളടങ്ങുന്ന ടീമാണ് ഏകദിന ശില്പശാലയുടെ ഭാഗമായി ഫയലുകൾ നിർമ്മിച്ചത്. പൂർണ്ണമായും പ്ലാസ്റ്റിക് ഒഴിവാക്കിക്കൊണ്ടുള്ള ഓഫീസ് ഫയൽ, ബോക്സ് ഫയൽ എന്നീ 2 തരമാണ് നിർമ്മിച്ചത്. സോഷ്യൽ സർവീസ് സ്കീമിലെ എല്ലാ കുട്ടികളും ശില്പശാലയിൽ പങ്കെടുത്തു. LP വിഭാഗം അധ്യാപിക വിദ്യയുടെയും SSSS കോർഡിനേറ്ററായ ഷബാന ടീച്ചറുടെയും നേതൃത്വത്തിലാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ചടങ്ങിൽ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ KA വിശ്വനാഥൻ മാസ്റ്റർ, വാർഡംഗം അസീസ് മന്ദലാംകുന്ന്, പ്രധാനാധ്യാപിക സുനിത മേപ്പുറത്ത്, സ്റ്റാഫ് സെക്രട്ടറി ഡോക്ടർ TK അനീസ് മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. നിർമ്മിച്ച ഫയലുകളിൽ നിന്നും സ്കൂൾ ആവശ്യങ്ങൾക്കായുള്ളവ പ്രധാനാധ്യാപിക സുനിത ടീച്ചർക്ക് വിദ്യാർത്ഥികൾ നേരത്തെ നൽകിയിരുന്നു. CCTV ന്യൂസ്, പുന്നയൂർകുളം. തൃശൂർ അമല ആശുപത്രിയിൽ നടന്ന ത്രിദിന പുസ്തകമേള പ്രശസ്ത സാഹിത്യകാരനും കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റുമായ പ്രൊഫസർ K സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഫാദർ ജൂലിയസ് അറയ്ക്കൽ അധ്യക്ഷനായി. ഡോക്ടർ PS രമണി, ഡോക്ടർ അഖില നന്ദൻ എന്നിവരുടെ രചനകളോടൊപ്പം അമല ആരോഗ്യ മാസികയുടെ 2ാം പതിപ്പിന്റെ പ്രകാശനവും ഉണ്ടായി. സ്കൂളുകൾക്കായി നടത്തിയ ബെസ്റ്റ് ലൈബ്രറി അവാർഡ് ചടങ്ങിൽ വിതരണം ചെയ്തു. പുസ്തകമേളയോടൊപ്പം തന്നെ അമലയുടെ സ്റ്റാഫ് അംഗങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും പെയിന്റിംഗ്സ് ആൻഡ് ഫോട്ടോഗ്രാഫി പ്രദർശനവും ഒരുക്കിയിരുന്നു. വിവിധ മത്സരങ്ങളും ചർച്ചകളും സിംബോസിയങ്ങളും പുസ്തകമേളയുടെ ഭാഗമായി നടന്നു. വടക്കേ പുന്നയൂരിൽ കുടിവെള്ളക്ഷാമം നേരിടുന്ന 200ഓളം കുടുംബങ്ങൾക്ക് പുന്നയൂർ പഞ്ചായത്തിന്റെ സ്നേഹോറവ.
ചെന്നാത്തയിൽ ഖാദറിന്റെ സ്മരണയ്ക്ക് അദ്ദേഹത്തിന്റെ മക്കൾ സംഭാവനയായി നൽകിയ 4 സെന്റ് ഭൂമിയിൽ നിർമ്മിച്ച കുടിവെള്ള പദ്ധതി ശനിയാഴ്ച രാവിലെ 10 മണിക്ക് നാടിന് സമർപ്പിക്കും. പുന്നയൂർ പഞ്ചായത്ത് 4-ാം വാർഡിൽ കാലങ്ങളോളമായി രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന മേഖലയിലേക്കാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുടിവെള്ളം എത്തിക്കുവാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനുവേണ്ടി ചേന്നാത്തയിൽ ഖാദർ സ്മരണയ്ക്ക് അദ്ദേഹത്തിന്റെ മക്കൾ സംഭാവനയായി നൽകിയ 4 സെന്റ് ഭൂമിയിൽ പുന്നയൂർ പഞ്ചായത്തിന്റെ 62 ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ 10 ലക്ഷം രൂപയും ചേർത്ത് 72 ലക്ഷം രൂപ ചെലവിലാണ് പദ്ധതി പ്രാവർത്തികമാക്കിയിട്ടുള്ളത്. 7 മീറ്റർ ഉയരത്തിൽ കോൺക്രീറ്റ് തൂണുകൾക്ക് മുകളിൽ 5000 മീറ്ററിന്റെ 4 ടാങ്കുകളാണ് വെച്ചിട്ടുള്ളത്. 6 മീറ്റർ വ്യാസവും 10 റിംഗ് താഴ്ചയുമുള്ള കിണറും ഇവിടെ നിർമ്മിച്ച് ഫിൽറ്ററിംഗ് സംവിധാനത്തോടുകൂടിയാണ് കുടിവെള്ളം വിതരണം ചെയ്യുന്നത്. എല്ലാ അർത്ഥത്തിലും 4-ാം വാർഡിന്റെ കുടിവെള്ള പ്രശ്നത്തിന് പൂർണ്ണമായ പരിഹാരം കാണാൻ കഴിയുന്ന നിലയിൽ ഈ പദ്ധതി പൂർത്തീകരിച്ചിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ 10 ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിന്റെ 62 ലക്ഷം രൂപയും ചേർത്താണ് ഈ പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത്. വിവിധ പ്രദേശങ്ങളിൽ മറ്റു പദ്ധതികളും അതിന്റെ തുടർച്ചയിൽ തുടർന്നു വരികയാണ്. ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷങ്ങളിലായി 2 കുടിവെള്ള പദ്ധതികൾ പൂർത്തീകരിച്ച് 3-ാമത്തെ കുടിവെള്ള പദ്ധതിയും പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കുകയാണ്. അഭിമാനപൂർവ്വം ഈ പദ്ധതികളെല്ലാം പുന്നയൂരിലെ ജനതയ്ക്ക് വേണ്ടി സമർപ്പിക്കും. ചേന്നാത്തയിൽ ഖാദർ സ്മാരക MG റോഡ് കുടിവെള്ള പദ്ധതി ശനിയാഴ്ച രാവിലെ 10 മണിക്ക് NK അക്ബർ MLA നാടിന് സമർപ്പിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K അഷിത, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടി പറമ്പിൽ, ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ ജിസ്ന ലത്തീഫ് തുടങ്ങി പഞ്ചായത്ത് മെമ്പർമാരും വിവിധ രാഷ്ട്രീയ സംഘടനാ നേതാക്കളും പങ്കെടുക്കും. CCTV ന്യൂസ് പുന്നയൂർകുളം. കേരളത്തിലെ വിവിധ സ്കൂളുകൾ പങ്കെടുത്ത റീജിയണൽ സ്റ്റോഗോ ഫെസ്റ്റ് സയൻസ് ടെക്നിക്കൽ എക്സിബിഷനിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച AL നിർമ്മലമാത കോൺവെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾ. തിരുവനന്തപുരം സാരാഭായ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വെച്ച് നടന്ന എക്സിബിഷനിൽ അദീന റോസ്, അനന്യ C മനോജ്, ഭദ്ര K പ്രസീദ് എന്നീ വിദ്യാർത്ഥികൾ കാറ്റഗറി 3-ൽ സ്റ്റിൽ മോഡലിന് 1-ാം സ്ഥാനവും, ആഷ്പി രാജു, ആൽവിൻ ലെനോക്, ജോയൽ രാജു എന്നീ വിദ്യാർത്ഥികൾ കാറ്റഗറി 3-ൽ വർക്കിംഗ് മോഡലിന് 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. ആദിൽ മുഹമ്മദ് കാറ്റഗറി 3-ൽ PT യങ് അവാർഡ് ഏറ്റുവാങ്ങി. മികച്ച ചൈൽഡ് ഓൺലൈൻ പ്രൊട്ടക്ഷൻ അവാർഡ് സ്കൂളിനും ലഭിച്ചു. മുൻ ISRO ചെയർമാൻ മാധവൻ നായരിൽ നിന്നുമാണ് വിജയികൾ അവാർഡുകൾ ഏറ്റുവാങ്ങിയത്. പ്രിൻസിപ്പൽ സിസ്റ്റർ ജിയോ തെരേസ്, വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ബ്ലെസി റോസ്, ജീജ ഷോബി, അഖിൽ ആൻഡോ തുടങ്ങി നിരവധി അധ്യാപകർ നേതൃത്വം നൽകി. ഒരുമനയൂർ മൂത്തമാവിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ചാവക്കാട് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിക്ക് സമീപം താമസിക്കുന്ന ഒരുമനയൂർ ഷാർപ്പ് സൗണ്ട് ജീവനക്കാരൻ ആലമിന്റെ കത്ത് പരേതനായ അബ്ദുള്ള മകൻ അബ്ബാസാണ് മരിച്ചത്. 42 വയസ്സായിരുന്നു. ഷാർപ്പ് സൗണ്ടിന്റെ ഗോഡൌൺ ആയി ഉപയോഗിക്കുന്ന വാടക വീട്ടിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുൻപ് ദ്വാരക ബീച്ച് ശ്മശാനത്തിനടുത്തും കടപ്പുറം തൊട്ടാപ്പ് സുനാമി കോളനിയിലും താമസിച്ചിട്ടുണ്ട്. ബൽക്കീസ് ഭാര്യയാണ്. അസ്ബിൻ, ഇഷൽ എന്നിവർ മക്കളാണ്. ഖബറടക്കം പിന്നീട് ഇരട്ടപ്പുഴ ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ നടക്കും. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5685 രൂപ, പവന് 45,480 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 77 രൂപ. ചരമം പുന്നേർകുളം മന്നലാംകുന്ന് ജുമാഅത്ത് പള്ളിക്ക് കിഴക്ക് ഭാഗം താമസിക്കുന്ന പരേതനായ മുഹമ്മദ് മകൻ കറുപ്പം വീട്ടിൽ മുക്രിയകത്ത് അബൂബക്കർ നിര്യാതനായി. 60 വയസ്സായിരുന്നു. ഖബറടക്കം മന്നലാംകുന്ന് ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ നടന്നു. ഷമീറ ഭാര്യയാണ്. മുസ്തഫ, ഷംല എന്നിവർ മക്കളാണ്. ആർത്താറ്റി കിഴക്കുമുറി പരേതനായ നാടഞ്ചേരി കറപ്പൻ മകൻ രാഘവൻ നിര്യാതനായി. 94 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. ചന്ദ്രൻ മകനാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരുമ്പിലാവ് തിപ്പിലശ്ശേരിയിൽ സഹോദരിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച് സഹോദരൻ ആത്മഹത്യ ചെയ്തു. മനോവിഷമത്തിൽ പിതാവ് മരിച്ചു. മരിച്ചത് മടപ്പാട്ടുപറമ്പിൽ കുഞ്ഞുമോൻ, പിതാവ് അബൂബക്കർ എന്നിവർ. 3 ദിനരാത്രങ്ങൾ നാദവർണ്ണങ്ങൾ പെയ്തിറങ്ങിയ മണിമലർക്കാവ് കുതിരവേല ഭക്തിനിർഭരമായി സമാപിച്ചു. കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരുന്നത് കുട്ടിക്കുതിരകളടക്കം 19 കുതിരകൾ. അവിശ്വാസികൾക്ക് മുമ്പിൽ മണിമലരാക്കിയ തട്ടകത്തമ്മയോട് ഉപചാരം ചൊല്ലി കുതിരകൾ അതാത് ദേശങ്ങളിലേക്ക് മടങ്ങി. അഞ്ഞൂരിൽ വാഹന പരിശോധനയ്ക്കിടെ 1/2 കിലോ കഞ്ചാവുമായി യുവാവിനെ എക്സൈസ് സംഘം പിടികൂടി.
ആർത്താറ്റ് മുണ്ടന്തറ സത്യന്റെ മകൻ സതീഷിനെയാണ് കുന്നംകുളം എക്സൈസ് ഇൻസ്പെക്ടർ ജയപ്രസാദിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. 2 വർഷം കൊണ്ട് ഗ്രാമീണ മേഖലയിലെ 70.85 ലക്ഷം കുടുംബങ്ങൾക്ക് ശുദ്ധജലം എത്തിക്കുന്ന ബൃഹത്തായ പദ്ധതി പൂർത്തീകരിക്കാൻ സർക്കാരിന് കഴിയുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ചാട്ടുകുളം നവീകരണ പദ്ധതിയുടെയും ചാവക്കാട് നഗരസഭ കുടിവെള്ള പദ്ധതിയുടെയും ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.